രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ, ദേശത്ത് ദൈവത്തിന്റെ അനുഗ്രഹ സമൃദ്ധി ദൈവം പകരുവാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നമ്മളെ ഐശ്വര്യമായ സമൃദ്ധിയായ അനുഗ്രഹങ്ങളിൽ രാത്രി കാലത്ത് നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരിക്കാവും. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഹാലേലൂയ, സൗദി അറേബ്യയിൽ നിന്നും ഹാലേലൂയ സിസ്റ്റർ, ഹാലേലൂയ സ്തോത്രം ബിജു ജോസ് ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. പാട്ന കർത്താവിന്റെ രാശിയെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥന പാട്ട് നമുക്ക് ശ്രമിക്കും. എന്റെ യേശു വെളിപ്പെടാറായി, എന്റെ ക്ലേശം തീർന്നിടാറായി, എന്റെ ആശ നിറവേറുമേ, പ്രിയൻ കൂടെ വാണിടവേ, എന്റെ ആശ നിറവേറുമേ, പ്രിയൻ കൂടെ വാണിടവേ. ഈ ലോക ദുരിതങ്ങൾ സാരമില്ല, തേജസ്സും നിത്യകാലം. ഈ ലോക ദുരിതങ്ങൾ സാരമില്ല, തേജസ്സും നിത്യകാലം. വിശ്രമനാട്ടിലെ പ്രിയൻ കൂടെന്നും കഷ്ടതകൾ മറന്നുല്ലസിക്കും. വിശ്രമനാട്ടിലെ പ്രിയൻ കൂടെന്നും കഷ്ടതകൾ മറന്നുല്ലസിക്കും. എന്റെ യേശു വെളിപ്പെടാറായി, എന്റെ ക്ലേശം തീർന്നിടാറായി, എന്റെ ആശ നിറവേറുമേ, പ്രിയൻ കൂടെ വാണിടവേ, എന്റെ ആശ നിറവേറുമേ, പ്രിയൻ കൂടെ വാണിടവേ. എൻ പ്രിയൻ തേജസ്സിൽ വന്നിടുമ്പോ തന്നോട് തുല്യനായി മാറിടുവാൻ, എൻ പ്രിയൻ തേജസ്സിൽ വന്നിടുമ്പോ തന്നോട് തുല്യനായി മാറിടുവാൻ, നിർമ്മലനായതാം പ്രിയനെ പോൽ ഞാനും നിർമ്മലനാകുവാൻ വാഞ്ചിക്കുന്നേ. നിർമ്മലനായതോ പ്രിയനെ പോൽ ഞാനും നിർമ്മലനാകുവാൻ വാഞ്ചിക്കുന്നേ. എന്റെ യേശു വെളിപ്പെടാറായി, എന്റെ ക്ലേശം തീർന്നിടാറായി, എന്റെ ആശ നിറവേറുമേ, പ്രിയൻ കൂടെ വാണിടവേ, എന്റെ ആശ നിറവേറുമേ, പ്രിയൻ കൂടെ വാണിടവേ. വിശ്വാസ കണ്ണുകളാൽ കാണുന്നു ഞാൻ പ്രാപിക്കുവാനുള്ള വന്ദക്ഷയെ. വിശ്വാസ കണ്ണുകളാൽ കാണുന്നു ഞാൻ പ്രാപിക്കുവാനുള്ള വന്ദക്ഷയെ. മാലിന്യവാട്ടം കളങ്കമില്ലാത്ത അവകാശത്തിനായി കാത്തിടുന്നേ. മാലിന്യവാട്ടം കളങ്കമില്ലാത്ത അവകാശത്തിനായി കാത്തിടുന്നേ. എന്റെ യേശു വെളിപ്പെടാറായി, എന്റെ ക്ലേശം തീർന്നിടാറായി, എന്റെ ആശ നിറവേറുമേ, പ്രിയൻ കൂടെ വാണിടവേ, എന്റെ ആശ നിറവേറുമേ, പ്രിയൻ കൂടെ വാണിടവേ. ജീവനു തുല്യമായി സ്നേഹിച്ചതോ പ്രിയരെ കാണും ഞാൻ അതിനത്തിൽ. ജീവനു തുല്യമായി സ്നേഹിച്ചതോ പ്രിയ
ആദേശത്തിൽ ഞാനും ശുദ്ധരുമായി വസിച്ചാനെന്നിക്കും. തേജസ്സമ്പൂർണമാം ആദേശത്തിൽ ഞാനും ശുദ്ധരുമായി വസിച്ചാനെന്നിക്കും. എന്റെ യേശു വെളിപ്പെടാറായി, എന്റെ ക്ലേശം നീർന്നിടാറായി, എന്റെ ആശ നിറവേറുമേ. പ്രിയൻ കൂടെ വാണിടവേ, എന്റെ ആശ നിറവേറുമേ. പ്രിയൻ കൂടെ വാണിടവേ. കൺകൾ കോതയ്ക്കുന്നേ കണ്ടിടുവാൻ കൺകൾ കോതയ്ക്കുന്നേ കണ്ടിടുവാൻ എന്നോ നീ വന്നെന്നെ ചേർത്തിടുമോ വാനിൽ. ആ നാളിനായി ഞാനും ഒരുങ്ങുന്നേ. എന്നോ നീ വന്നെന്നെ ചേർത്തിടുമോ വാനിൽ. ആ നാളിനായി ഞാനും ഒരുങ്ങുന്നേ. എന്റെ യേശു വെളിപ്പെടാറായി, എന്റെ ക്ലേശം തീർന്നിടാറായി, എന്റെ ആശ നിറവേറുമേ. പ്രിയൻ കൂടെ വാണിടവേ, എന്റെ ആശ നിറവേറുമേ. പ്രിയൻ കൂടെ വാണിടവേ, എന്റെ ആശ നിറവേറുമേ. പ്രിയൻ കൂടെ വാണിടവേ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ സോങ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം ഇന്ന് രാത്രികാലം പാടുവാൻ സാധനദാസിയെ ദൈവം സഹായിച്ചതിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലും ഹല്ലേലൂയ ആത്മാവിന്റെ നിറവിലും നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമാകുന്നു ഈ രാത്രികാലം പാടിയത്. ഹല്ലേലൂയ. അതിന്റെ ഓരോ വരികളും എത്ര അർത്ഥവത്തായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായിരുന്നു. നമ്മ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയന്റെ മഹത്വ പ്രത്യേകതയ്ക്കായി കാണുന്നതിന് കേൾപ്പാൻ ഏത് സമയത്തും കാഹളം ധ്വനിക്കും. ഹാലി നമ്മുടെ ക്ലേശങ്ങളെല്ലാം തീരാറായി. ഹല്ലേലൂയ. നമ്മുടെ പ്രിയൻ വെളിപ്പെടുവാൻ വാസനമായിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ പ്രത്യാശ ഇന്ന് രാത്രികാല പാട്ടിൽ കൂടെ വർദ്ധിപ്പിച്ചു വരുന്നല്ലോ പരിശുദ്ധാത്മാവ സർവശക്തിയുള്ള ദൈവം. ഹല്ലേലൂയ. പാട്ടുപാടിയ മോനെ കുടുംബമായി ദാസനെയും ദാസിയെയും കുഞ്ഞുങ്ങളെയും കവിതയുടെ പ്രദേശത്ത് സ്വർഗ്ഗത്തിലുള്ള മക്കളെയും ജനങ്ങളെയും രാജ്യങ്ങളെയും കവിതയും എല്ലാം അനുഗ്രഹിച്ച് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കണം. ഒരു യാത്ര ചെയ്യുമ്പോൾ അനർത്ഥങ്ങൾ അപകടങ്ങൾ ആപത്തുകൾ ഒന്നും വരാതെ ജോലി ചെയ്യുന്നിടത്തൊക്കെയും കർത്താവ് അനുഗ്രഹിക്കും. ദൈവത്തിന്റെ അനുഗ്രഹ സമൃദ്ധി മക്കളുടെ മേൽ പകരുവാൻ മുഖലമാ പ്രേരണയും അനുഗ്രഹ വിഷയമാക്കി ദൈവം നിർത്തിയിരിക്കും. സ്വർഗത്തിലെ ദൈവം കൊടുത്തിരിക്കുന്ന ശുശ്രൂഷകൾ പാട്ടായാലും പ്രാർത്ഥനയായാലും അല്ലെങ്കിൽ വചന ശുശ്രൂഷയായാലും അല്ലെങ്കിൽ ചെറിയ ശുശ്രൂഷയായാലും ദൈവത്തിന്റെ ശുശ്രൂഷയാകുന്നു, വിലപ്പെട്ടതാകുന്നു. സ്തോത്രം. നല്ല സ്വരവും നല്ല ശബ്ദവും ഒക്കെ കർത്താവും ദീർഘായുഷ്യം ദൈവം അവൻ തൃപ്തിപ്പെടുത്തട്ടെ. ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ പിന്നെ മാനിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ ഭാഗങ്ങളെ ദൈവം ധന്യമായി ചേർത്തട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. അസമാനം ദൈവനെ ശുശ്രൂഷിപ്പാൻ പോകുന്ന ദൈവങ്ങളിൽ ഏൽപ്പിച്ച് ഹല്ലേലൂയ വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടേണ്ടതിന് ഈ രാത്രികാലം ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സഹായിപ്പിക്കുന്ന ഹല്ലേലൂയ വരാത്ത ശബ്ദവത്തി ആത്മാവ് ചുരുക്കമായി പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. പരിശുദ്ധ ദൈവമേ സകപിതാവേ അപ്പച്ച സ്തോത്രം. അവിടുത്തെ പാദപിടുത്തോടെ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾക്ക് അടുത്തൊരു അന്വേഷിപ്പച്ച സ്തോത്രം. പ്രളയന കുടുംബമായ കർത്താവേ, ദേശത്തിന്റെ കർത്താവേ, രാജ്യത്തിന്റെ പല സ്റ്റേറ്റുകൾ പല ഭവനങ്ങളിൽ ഒരുമിച്ചിരുന്ന പ്രത്യേക ഗൾഫിൽ നിന്ന് മക്കൾ ഒരുമിച്ച് കർത്താപ്പച്ച സ്തോത്രം അവിടുത്തെ പാദപുരത്തിലായി പളക്കൃപനായി സ്തുതിക്കുന്ന കർത്താവേ. കഴിഞ്ഞ നല്ലൊരു പാലക്കാല അപ്പാസ്തോത്രം കർത്താവെ ദൃഷ്ടി വെച്ച ആലോചന പറഞ്ഞെന്ന് കർത്താവെ ഞങ്ങളെ കരം പിടിച്ച് വഴി നടത്തി അപ്പച്ചൻ നന്ദിയോടെ സ്തോത്രം. കുഞ്ഞുങ്ങളുടെ സ്കൂളുകൾ കോളേജുകൾ കർത്താവ് ഞങ്ങളുടെ ജോലി കാര്യങ്ങളിലൊക്കെയും പോക്കിലുമല്ല ഞങ്ങളെല്ലാവരെയും കാത്തു പരിപാലിച്ച അപ്പച്ച
നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പൊ കഴിഞ്ഞ നാളുകളൊക്കെ അത്ഭുതമായ അവസരമായി കർത്താവ് സ്തോത്രം. ഞങ്ങളായിരുന്ന പട്ടണങ്ങളെ കർത്താവ്, ദേശങ്ങൾ, രാജ്യങ്ങളിൽ അപ്പച്ചൻ കാത്തു പരിപാലിച്ചു അപ്പച്ചൻ ചെയ്ത എല്ലാവർക്കും കർത്താവെ ഈ രാത്രിക്കാൽ നന്ദിയോടെ 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 വചനം പറയുന്ന പോലെ ഹല്ലേലൂയ അനുഗ്രഹത്തോടെ മുന്നേറുവാനുള്ള സ്വർഗീയ കൃപ 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 എല്ലാവരുടെ മേലും പകരണമേന്ന് പ്രാർത്ഥിക്കും. ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ലിഡിയൻ ദാസിനെ കുടുംബം അനുഗ്രഹിച്ചാട്ടെ, എല്ലാവിധ നിറച്ചാട്ടെ. കുടുംബം ഞങ്ങൾ എല്ലാവരും സമർപ്പിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുവനായിരിക്കും പ്രത്യേക സർവമാനവും മഹത്വം പോയിച്ച് എല്ലാ അപ്പച്ചൻ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഞങ്ങൾ ചോദിക്കുന്നത് എവിടെ കേൾക്കണേ പൊന്നു പിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. നമ്മളെ ഐശ്വര്യമായ അനുഗ്രഹങ്ങൾ, സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ എല്ലാം മക്കളുടെ മേലും ദൈവം പകർന്നുകൊണ്ടിരിക്കുകയാവുന്ന സ്തോത്രം. നമ്മൾ വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ ഡോക്ടർ ഹല്ലേലൂയ എബി പീറ്റർ ഇന്ന് രാത്രികാലം ദൈവജനം ഘോഷിക്കും. ഹല്ലേലൂയ ഭയഭക്തിയോടെ വിറയലോടെ നമുക്ക് മഹാദൈവത്തിന്റെ ഹോവേ അരുളി ചെയ്യണമേ, അടിയാൻ കേൾക്കുന്നുള്ള പ്രാർത്ഥന നമുക്കായിരിക്കാം. ഭജന സൂക്ഷിക്കാൻ വിലപ്പെട്ട ദാസൻ ഡോക്ടർ എബി പീറ്ററിനെ ആദരവോട് സ്നേഹത്തോടും കലാമാത്തങ്ങളിലേക്ക് പ്രേരണയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയായിരിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ രാത്രിയിൽ ഈ പ്രയർ ലൈനിൽ ദൈവത്തിന്റെ വചനവുമായി നിൽപ്പാൻ ദൈവം എനിക്കിടയാക്കി തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അതിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവരോട് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. മുൻപും പലതവണ ഈ പ്രയർ ലൈനിൽ വന്ന് ദൈവം തന്ന ആലോചനകൾ ദൈവജനത്തോട് കേൾവിക്കാരോട് അറിയിക്കാനുള്ള സാവകാശം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നാളുകൾക്ക് ശേഷം വീണ്ടും അങ്ങനെ ഒരു അവസരം ലഭിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷവുമുണ്ട്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിൽ ദൈവവചനത്തിന്റെ മുമ്പാകെ ആയിരിക്കാം. എനിക്കറിയാം ഒത്തിരി ആവശ്യങ്ങളും വേദനകളും ദൈവസന്നിധിയിൽ അർപ്പിക്കാൻ ഒത്തിരി കാര്യങ്ങളുമായിട്ട് ഇരിക്കുന്ന പ്രിയപ്പെട്ടവരാണ് ഈ പ്രയർ ലൈനിൽ എന്നെ കേൾക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സകല ആവശ്യങ്ങളുടെ മേലും ദൈവം കൃപ ചൊരിഞ്ഞ് നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. എനിക്ക് ഉറപ്പുണ്ട്, വർഷങ്ങളായിട്ട് നടക്കുന്ന ഈ പ്രയർ ലൈന് ഈ ദേശത്ത് മാത്രമല്ല വിവിധ ദേശങ്ങളിൽ നിന്ന് കയറുന്ന പ്രിയപ്പെട്ടവർക്ക് വളരെ അനുഗ്രഹവും നന്മയും വിടുതലും കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രയർ ലൈനിലൂടെ ലഭിപ്പാൻ, ദൈവവചന സന്ദേശവും പ്രാർത്ഥനയും പാട്ടിലൂടെയും ഒക്കെ ലഭിപ്പാൻ കർത്താവ് ഇടയാക്കിയെന്ന് ഉറപ്പ്, 100% ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് നമ്മളോട് ക്രിയ ചെയ്യാനുള്ളത്, നമ്മോട് സംസാരിക്കാനുള്ളത്, ദൈവത്തിന്റെ വചനം ദൈവം സംസാരിക്കാനായിട്ട് ഇടയായിത്തീരും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇന്ന് രാത്രി നിങ്ങളോട് അറിയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ആ ചിന്തകൾ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്നാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം മുഴുവനും യേശുക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്ന ഒരു അധ്യായമാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം. സുവിശേഷങ്ങൾക്കുള്ളിലെ ഒരു സുവിശേഷം എന്നാണ് സത്യത്തില് ഈ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തെ നാം കാണുന്നത്. യേശു പറഞ്ഞ പ്രധാനപ്പെട്ട 3 ഉപമകൾ എഴുതിയിരിക്കുന്ന ഒരു അധ്യായമാണ് ഈ അധ്യായം. ആ ഉപമകൾ പറയാനുള്ള കാരണം യേശുക്രിസ്തുവിന്റെ അടുത്ത് യേശുക്രിസ്തുവിന്റെ വിരോധികളായി ശാസ്ത്രിമാരും പരീശന്മാരും യേശുക്രിസ്തുവിന്റെ ചെയ്തികളും വാക്കുകൾക്കും എതിരെ പിറുപിറുക്കുന്ന ഒരവസ്ഥ അതിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ കാണുമ്പോൾ അതിനുത്തരമായി യേശുക്രിസ്തു പറഞ്ഞ 3 ഉപമകൾ വളരെ വ്യക്തമായി ഹൃദയസ്പർശിയായി പ്രതിപാദിക്കുന്ന പുസ്തകങ്ങളിൽ അധ്യായത്തിൽ ഒന്നാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം. അതിൽ നിന്ന് എല്ലാം സംസാരിക്കാനുള്ള സമയമില്ലെങ്കിലും എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ ഒരു ഉപമയും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും നിങ്ങളുടെ മുമ്പാകെ ഒന്ന് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് ആ വചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിക്കാനുള്ളത് കേട്ട് പ്രാർത്ഥിക്കുവാനാണ് ഇന്ന് രാത്രി ഞാൻ താല്പര്യപ്പെടുന്നത്. അതിന്റെ 1-2 വാക്യങ്ങൾ അതിനുവേണ്ടി വായിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. അതായത് യേശുവിന്റെ അടുത്ത് വന്ന കാര്യമാണ് പറയുന്നത്. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. നോക്കണമേ, യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയില്, യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിൽ താൻ ചെയ്ത കാര്യങ്ങളില് അതിപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ചുങ്കക്കാരും പാപികളുമായ സമൂഹത്തിൽ താഴേക്കിടയിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ അക്സെപ്റ്റ് ചെയ്ത് തന്നോട് ചേർത്ത് നിർത്തി എന്നുള്ളത്. എന്നാൽ അന്നത്തെ കാലത്ത് ഈ താഴേക്കിടയിൽ ജീവിച്ചിരുന്ന സമൂഹം വെറുത്തിരുന്ന, മാറ്റി നിർത്തിയിരുന്ന ഈ സമൂഹത്തെക്കാൾ കൂടാതെ സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ ജീവിക്കുന്നു എന്ന് ബോധ്യമുള്ള പല കൂട്ടങ്ങളുണ്ടായിരുന്നു.
അതിൽ രണ്ടു കൂട്ടരെ കുറിച്ചാണ് പരീശന്മാരും ശാസ്ത്രിമാരും എന്ന് പറയുന്നത്. അവരെ പിറുപിറുക്കുന്നു. കാരണം യേശു ഒരു ദൈവപുത്രനാണെങ്കിൽ, യേശു ആ വലിയൊരു ദർശനവുമായി ഭൂമിയിൽ വന്ന വ്യക്തിയാണെങ്കിൽ, ദൈവപുത്രനാണെങ്കിൽ, ഒരിക്കലും ഈ സമൂഹത്തിൽ താഴേക്കിടയിൽ മനുഷ്യരാൽ വെറുക്കപ്പെട്ട, തഴയപ്പെട്ട, നമ്മുടെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ പാളയത്തിന് പുറത്ത് ജീവിക്കുന്ന ഈ കൂട്ടരുമായി ഒരിക്കലും ചങ്ങാത്തം കൂടാൻ യേശു പോകത്തില്ലെന്ന് 100% ഉറപ്പ് ഈ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഉണ്ടായിരുന്നു. അതായത് നിയമങ്ങളെയും അല്ലെങ്കിൽ ന്യായപ്രമാണത്തെയും അതിന്റെ വാക്കുകൾ കൊണ്ട് വ്യാഖ്യാനിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു ഈ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ആ സമൂഹം എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിലെ അർത്ഥത്തെ എടുക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നില്ല. യേശുക്രിസ്തു ഇവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ, ഇവരുമായിട്ട് താരതമ്യം പെടുമ്പോൾ, അല്ലെങ്കിൽ ഇവരുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ മതഭക്തിയുടെ പാരമ്യതയിൽ നിൽക്കുന്ന ഈ സമൂഹത്തിന് അതിനെ അംഗീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. നോക്കണം, ഈ ഉപമ നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും അതിന്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കണം. ഏത് പശ്ചാത്തലത്തിലാണ് യേശു ഈ ഉപമ പറയുന്നത്, ഏത് പശ്ചാത്തലത്തിലാണ് യേശുവിന്റെ ഈ ഉപമയെ മനസ്സിലാക്കേണ്ടത്? നോക്കണം, ഈ പശ്ചാത്തലത്തിലാണ്. അതായത് 1-ാം അധ്യായത്തില് അല്ലെങ്കിൽ 15-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തില് അന്നത്തെ സമൂഹത്തിന്റെ മതത്തിന്റെ ഭക്തിയുടെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന കൂട്ടരെ യേശുവിനെതിരെ ആരോപണം ഉന്നയിക്കുക. ആ ആരോപണം ഉന്നയിക്കുന്നതിന് പകരമായിട്ട്, പ്രതികരണമായിട്ടാണ് യേശു ഈ ഉപമ പറയുന്നത്. നോക്കണമേ, നിയമങ്ങളുടെ അക്ഷരങ്ങൾക്ക് അതിപ്രാധാന്യം കൊടുത്തൊരു സമൂഹമായിരുന്നു. അതായത് നിങ്ങൾക്ക് ഓർമ്മ കാണും, ശബത്തിൽ ഒരു ആട് കുഴിയിൽ പോയാൽ അതിനെ എടുക്കുമോ എന്നുള്ള യേശുവിന്റെ ചോദ്യമൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. അതായത് അതുപോലും ചെയ്യാത്ത, നിയമങ്ങൾക്ക് വള്ളി പുള്ളി വ്യത്യാസം വരുത്താതെ അതിന്റെ വാക്കുകൾ അതേ അർത്ഥത്തിലെടുത്ത് പാലിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലേക്കാണ് എന്റെ യേശുക്രിസ്തുവിന്റെ ജനനം, എന്റെ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ, എന്റെ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ. നോക്കണേ, അവർക്ക് യേശുവിന്റെ പ്രവൃത്തിയെ മനസ്സിലായില്ല. യേശു എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതായത് നമുക്കും ഇതേപോലെ ആളുകളെ കുറിച്ച്, ശുശ്രൂഷയെക്കുറിച്ച്, ആത്മീയതയെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളുമുണ്ട്. അതിന് പ്രതികൂലമായി എന്തെങ്കിലും നടക്കുമ്പോൾ, നമുക്ക് നമ്മുടെ കണ്ണുകൾക്ക് എടുക്കാനൊക്കാത്ത തലത്തിൽ എന്തെങ്കിലും നടക്കുമ്പോൾ നമ്മളും പലപ്പോഴും ഈ പരീശന്മാരെ പോലെയാ, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നടക്കുന്നത്, ഇങ്ങനെ അല്ലല്ലോ നടക്കേണ്ടുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിനെ ഗ്രസിക്കാറുണ്ട്. അതുപോലെയാണ് യേശുവിന്റെ പ്രവൃത്തിയെ ഇവർക്ക് മനസ്സിലായില്ല. സത്യത്തിൽ യേശുവിന്റെ പ്രവൃത്തിയെ പോലും അല്ല, യേശുവിനെ പോലും ഇവർക്ക് മനസ്സിലായില്ല. അതല്ലേ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അതായത് സ്വന്തം കുടുംബത്തിലേക്ക്, അതായത് ന്യായപ്രമാണങ്ങളുടെയും അല്ലെങ്കിൽ പ്രവചനത്തിന്റെയും നിവൃത്തിയായി യേശു ഈ ഭൂമിയിലേക്ക് വന്നു. ഈ ലോകം മുഴുവൻ കാത്തിരുന്ന മശിഹയായി വന്നിട്ടും അവരുടെ ഇടയിൽ വന്നിട്ടും യേശുവിനെ മനസ്സിലാക്കാൻ ഒക്കാതെ പോകും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, അവരുടെ മതഭക്തിയിൽ അവർ ചിന്തിച്ചു കൊണ്ടിരുന്നത് യേശു ഒരു കൊട്ടാരത്തിൽ ജനിക്കും, ഒരു രാജാവിന്റെ മകനായിട്ട് വരും, ഒരുപക്ഷെ വാളും പരിചയം എടുത്ത് തങ്ങളുടെ രാജ്യത്തെ സ്ഥാപിക്കാൻ യേശു മുന്നിൽ നിന്ന് പട നയിക്കും. ഈ ചിന്തകൾ മനസ്സിലുള്ളിടത്തോളം കാലം, പക്ഷേ മറുവശത്ത് യേശു വന്നത് ഒരു സാധാരണപ്പെട്ട വ്യക്തിയായി, ജനിക്കുവാൻ പോലും സ്ഥലമില്ലാതെ കാലിത്തൊഴുത്തിൽ കിടത്തപ്പെട്ടവനായി യേശു കടന്നു വരുന്നു. നോക്കണം, ഇത് പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും മാത്രം ഉണ്ടായിരുന്ന ചിന്തയൊന്നുമല്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ആ യേശുവിനെ കാണാൻ പോയ വിദ്വാൻമാർ പോലും, വൈസ്മെൻ പോലും, അവർ ആദ്യം ചെന്നത് രാജകൊട്ടാരത്തിലാണ്. കാരണം അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഏക ചിന്ത എന്ന് പറയുന്നത്, രാജകുമാരൻ ജനിക്കേണ്ടുന്നത്, രാജാവിന്റെ മകൻ അല്ലെങ്കിൽ രാജാവ് ജനിക്കേണ്ടുന്നത് മറ്റൊരിടത്തല്ല, രാജകൊട്ടാരത്തിൽ ആണ് എന്നുള്ള ചിന്ത കൊണ്ടാണ്. അപ്പോൾ ആ ചിന്തയ്ക്കപ്പുറമാണ് യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള വരവ്. ഒരു സാധാരണ വ്യക്തിയായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി, സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, കിടക്കുവാൻ ഒരു സ്ഥലമില്ലാതെ, തലയിൽ ഒരു കിരീടമില്ലാതെ, വലിയ ആർഭാടങ്ങളില്ലാതെ, ഒരു സാധാരണപ്പെട്ട ഒരു കുടുംബത്തിലേക്ക് യേശു ജനിക്കുന്നത് മനസ്സിലാക്കാൻ യേശുവിന്റെ കുലത്തിന് പോലും, യേശുവിന്റെ ജനത്തിന് പോലും കഴിയാതെ പോകുന്നു എന്ന് മനസ്സിലാക്കണം. നോക്കണം, അപ്പോൾ യേശുവിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. യേശുവിന്റെ പ്രവൃത്തി അവർ ചിന്തിച്ചിരുന്നത്, ഒരിക്കലും വിശുദ്ധനായ ദൈവത്തിന്റെ പുത്രൻ ഒരിക്കലും ഈ ലോകത്തില് അശുദ്ധരായ ആളുകളുടെ ഇടയിലേക്ക് പോകാൻ സാധ്യതയില്ല. അവരെ മാറ്റി നിർത്തി. അവർ അന്നുവരെ കണ്ടിരുന്നത് അശുദ്ധരെ മാറ്റി നിർത്തി വിശുദ്ധരെ ചേർക്കുന്ന ദൈവങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാത്രം ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലേക്കാണ് യേശുക്രിസ്തു കടന്നു വരുന്നത്. നോക്കണമേ, നമുക്ക് പലപ്പോഴും യേശുവിനേക്കാൾ വലുത് നിയമങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ പട്ടണത്തിൽ ശുശ്രൂഷിച്ച സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് യഥാർത്ഥ യേശുവിനെ പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് ഒക്കാതെ പോകുന്നുണ്ട്. നോക്കണം, ഇവിടെ ഈ പരീശന്മാരെ ശാസ്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം they have lot of restrictions in association with people. അതായത് ആളുകളുമായി ബന്ധപ്പെട്ട് ധാരാളം റെസ്ട്രിക്ഷൻസ് ഇവരുണ്ട്. മത നേതാക്കന്മാർക്ക്, അല്ലെങ്കിൽ അന്നത്തെ മത അനുയായികൾക്ക്, അല്ലെങ്കിൽ അന്നത്തെ പരീശന്മാർക്ക് മാത്രമല്ല, അന്നത്തെ ലേവ്യ കുടുംബത്തിൽ പറഞ്ഞ പുരോഹിതന്മാർക്കും ധാരാളം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശമരിയക്കാരന്റെ കഥ പറയുമ്പോൾ നമുക്കറിയുന്നത്,
ഒരു ലേവ്യൻ വരികയും അവൻ ആ വഴിമാറിപ്പോകുന്നത് കാണുന്നത് ഒക്കെ അവർക്ക് അടുക്കാനൊക്കാത്ത, അവർ അവജ്ഞയോടെ കണ്ടിരുന്ന ഒരു കൂട്ടത്തിൽ നിന്ന് അവർ മാറി നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതായത് അവര് അന്നത്തെ തദ്ദേശീയരായ ആളുകളോട് അവർ അടുപ്പം പുലർത്താതെ അവർ മാറി നിന്നിരുന്നു. നോക്കണം, ഈ മതത്തിന്റെ അല്ലെങ്കിൽ ഈ ഭക്തിയുടെ അല്ലെങ്കിൽ ഈ ചിന്തയുടെ നടുവിലേക്കാണ് യേശുക്രിസ്തു കടന്നു വരുന്നത്. യേശുക്രിസ്തുവിന്റെ വരവ് മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലും ഇതിന്റെ നടുവിലാണ്, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയും ഇതിന്റെ നടുവിലാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ബഹുഭൂരിപക്ഷം, പ്രോബബ്ലി നമ്മളൊരു ശതമാന കണക്കെടുത്താൽ 90%-ലധികവും എന്നാ പറഞ്ഞ മറ്റൊരു യോഗ്യതയും പറയാനില്ലാത്ത ആളുകളുടെ ഇടയിലാണ്, ചുങ്കക്കാരുടെ ഇടയില്, എന്നാ പറഞ്ഞ സമൂഹത്തിൽ തടയപ്പെട്ട കുറ്റം ആരോപിക്കപ്പെട്ട സ്ത്രീകളുടെ ഇടയില്, സാധാരണപ്പെട്ട ആളുകൾ, മീൻപിടുത്തക്കാർ, മുക്കുവരുടെ ഇടയില്, നോക്കണമേ പണം പിരിക്കുന്നവരുടെ ഇടയില്, സമൂഹം വെറുത്തിരുന്നവരുടെ ഇടയില്, ശമരിയക്കാരി സ്ത്രീയെ പോലെയുള്ള ആളുകളുടെ ഇടയിൽ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ ഭയങ്കര ഒരു സാധാരണ ഈ ലോകത്തിലെ ആളുകളിൽ കാണാത്ത മറ്റൊരു ഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നോക്കണമേ, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമുണ്ട്. യേശുക്രിസ്തു അങ്ങനെ വന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ട് നമ്മളൊക്കെ ഈ കിണത്തിൽ പെടാനായിട്ട് ഇടയായി തീർന്നത്. നമ്മുടെ പദവി എന്നൊക്കെ പറയുന്നത് യേശുക്രിസ്തുവിന്റെ അപ്രോച്ചിൽ നിന്നുള്ളതാണ്. അതായത് ഈ സമ്പന്നന്മാരുടെ ഇടയിൽ നിന്ന് ദരിദ്രന്മാരെ തെരഞ്ഞെടുക്കുന്നു, ശക്തിയുള്ളവരുടെ നടുവിൽ നിന്ന് ശക്തിഹീനരെ തെരഞ്ഞെടുക്കുന്നു, യോഗ്യന്മാരുടെ നടുവിൽ നിന്ന് യോഗ്യതയില്ലാത്തവരെ തെരഞ്ഞെടുക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പഴയ കാലത്തെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോൾ, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവരായിരുന്നു, എന്നാൽ നിങ്ങൾ ഇപ്പോൾ ദൈവത്തിന്റെ ജനമെന്ന് പറയുന്നുണ്ട്. മുമ്പേ നിങ്ങൾക്ക് ഇടയനില്ലായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ഇടയനുണ്ടെന്ന് പറയുന്നുണ്ട്. മുമ്പേ നിങ്ങൾ അന്ധകാരത്തിലായിരുന്നെന്ന് പറയുന്നുണ്ട്, ഇപ്പോൾ അത്ഭുത പ്രകാശത്തിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ വലിയൊരു നെഗറ്റീവ് ചൂണ്ടിക്കാണിച്ചിട്ട് അപ്പോസ്തലന്മാർ ഉൾപ്പെടെ പറയുന്നുണ്ട്, അവിടെ നിന്നാണ് കർത്താവ് നിങ്ങളെ വീണ്ടെടുത്ത് നല്ലൊരു ഭാഗത്തേക്ക് കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട്. നോക്കണം, ഈ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം ഈ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം തരുന്ന വലിയ ഒരു ആശ്വാസം എന്ന് പറയുന്നത്, ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് എൻ്റെ യേശു ഈ ശക്തന്മാരെ വിട്ടിട്ട് ശക്തി ക്ഷയിച്ചവരെ തേടി വന്നതുകൊണ്ടാണ്, വമ്പന്മാരെ വിട്ടിട്ട് ബലഹീനരെ തേടി വന്നതുകൊണ്ടാണ്. നോക്കണമേ, നമ്മളെ യോഗ്യതയുള്ളവരെ മാത്രമേ യേശു എടുക്കുമായിരുന്നുവെങ്കിൽ, ശുശ്രൂഷിക്കുമായിരുന്നുവെങ്കിൽ, കണക്ട് ചെയ്യുകയുള്ളായിരുന്നു എങ്കിൽ ഒരിക്കലും നാം ഒന്നും ആ ഗണത്തിൽ പെടേണ്ടുന്നവരല്ല. മറിച്ച് അതിനുശേഷം പറയുന്ന 3 ഉപമകളിൽ പറയുന്നത് പോലെ, നഷ്ടപ്പെട്ട ആടിനെ പോലെ, കളഞ്ഞുപോയ ദ്രഹ്മയെ പോലെ, നഷ്ടപ്പെട്ട മകനെ പോലെ ആയിരുന്ന നമ്മളെ അടുത്തു നിർത്താൻ, ചേർത്തെടുക്കുവാൻ, വന്ന് കണ്ടെത്തുവാൻ, തോളിലിടുവാൻ, തൻ്റേതെന്ന് മാത്രമായി വീണ്ടും പറയത്തക്ക നിലയിൽ ആ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ നല്ല ഇടയനായ, നല്ല നാഥനായ, നല്ല അപ്പനായ ആ യേശുവിന് ഹിതം തോന്നിയത് കൊണ്ടും യേശുവിന്റെ ശുശ്രൂഷ അങ്ങനെ ആയിരുന്നത് കൊണ്ടുമാണ് നാം ഇന്ന് ഈ നല്ല ഗണത്തിൽ പെടുവാനായിട്ട് ഇടയായിത്തീരണം. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ദൈവത്തെ സ്തുതിക്കാൻ ഇടയായിത്തീരണം. നോക്കണം, നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹിമയെന്ന് പറയുന്നത്, നമ്മുടെ ഈ ലോകത്തിൽ നാം വലിയ വീട് വെച്ചതോ, നാം ഈ ലോകത്തിൽ നല്ല വാഹനത്തെ നടക്കുന്നതോ, നല്ല പദവികൾ കിട്ടുന്നതോ, അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പ്രസംഗത്തിൽ 100 പേര് രക്ഷിക്കപ്പെടുന്നതോ അല്ല. അതിനപ്പുറത്ത് യോഗ്യതയില്ലാതിരുന്ന എന്നെ, ഇരുട്ടിലായിരുന്ന എന്നെ, ഒന്നുമില്ലാതിരുന്ന എന്നെ കർത്താവ് കണ്ടു, എന്നെ സ്വീകരിച്ചു. കാട്ടൊലിവായിരുന്ന എന്നെ, മറ്റൊരിടത്തായിരുന്ന എന്നെ വെട്ടിയെടുത്ത് നല്ല മുന്തിരിവള്ളിയോട്, നല്ല ഒലിവിനോട് ചേർത്തൊട്ടിക്കുവാൻ എൻ്റെ ദൈവത്തിന് ഹിതം തോന്നി എന്നുള്ളതാ. മതമായിരുന്നെങ്കിൽ, ഭക്തിയുടെ മാർഗമായിരുന്നു എങ്കിൽ, നിയമങ്ങളായിരുന്നുവെങ്കിൽ, ന്യായപ്രമാണമായിരുന്നുവെങ്കിൽ നാം ഒരിക്കലും കർത്താവിനെ അടുത്തറിയാനുള്ള സാവകാശം നമുക്ക് ലഭിക്കത്തില്ലായിരുന്നു. ഈ പദവി നമുക്ക് ലഭിക്കത്തില്ലായിരുന്നു. ഈ സ്നേഹം നമുക്ക് അനുഭവിക്കാനായിട്ട് ഒക്കത്തില്ലായിരുന്നു. കർത്താവിന്റെ ആർദ്രത മനസ്സിലാക്കാനായിട്ട് ഒക്കത്തില്ലായിരുന്നു. ഇത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ഇത് അറിയുന്നുണ്ടെങ്കിൽ, നമുക്കിന്നൊരു പദവി ഉണ്ടെങ്കിൽ, പുത്രത്വം എന്നൊരു പദവി ഉണ്ടെങ്കിൽ, മകൾ എന്നുള്ള ഒരു പദവി ഉണ്ടെങ്കിൽ, ഇത് ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ കൃപയാണ്, ദൈവം നമുക്ക് ദാനമായി തന്നതാണെന്ന് മനസ്സിലാക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കാം. ഞാൻ പലപ്പോഴും യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ രീതികളെക്കുറിച്ചും ആത്മാർത്ഥമായി വായിക്കുകയും പഠിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്താറുണ്ട്. കാരണം
യോഗ്യതയില്ലാതിരുന്ന എന്നെ ദൈവം യോഗ്യനെന്ന് കണ്ടത്. അതേപോലെ നമ്മൾ ദൈവസന്നിധിയിലെ കർത്താവിന്റെ ശുശ്രൂഷയെ കുറിച്ച് അറിയുമ്പോൾ മറ്റാരും നമ്മളെ എന്നാ പറഞ്ഞ പക്വതയുള്ളവരാക്കിയൊന്നും വേണ്ട, വിനയമുള്ളവരാക്കിയൊന്നും വേണ്ട. നാം അറിയാതെ നാം ദൈവസന്നിധിയിൽ വിധേയപ്പെട്ടു പോകും. നാം അറിയാതെ ദൈവസന്നിധിയിൽ തലകുലിച്ചു പോകും. എന്നിട്ട് ദൈവത്തോട് പറയും, ദൈവമേ ഞാൻ യോഗ്യനല്ല, ദൈവം എന്നെ യോഗ്യന, ഇത്രത്തോളം വരുവാൻ എനിക്കൊന്നുമില്ല, ഈ വഴി വരുവാൻ എനിക്കൊന്നുമില്ല. അങ്ങെന്നെ കണ്ടു, അങ്ങെന്നെ പറിച്ചു, അങ്ങെന്നെ നട്ടു, അങ്ങയോട് ചേർത്തൊട്ടിച്ചു. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇന്ന് നിലനിൽക്കുന്നതെന്ന് പറയുവാൻ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ, അതായത് പിറുപിറുക്കുന്ന ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നടുവില് യേശുക്രിസ്തുവിന്റെ ഒരു പ്രവൃത്തി കണ്ട് ആ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലേക്ക് യേശുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് 3 ഉപമകൾ പറയുക. വളരെ പരിചയമുള്ള ഉപമകളാണ്. നിങ്ങൾ ധാരാളം സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കറിയാം ആ 100 ആടിന്റെ കഥ. അതായത് ഒരു ആട് നഷ്ടപ്പെട്ടു, 99നെയും വിട്ടേച്ച് മടങ്ങിപ്പോയി. ഏതൊക്കെ സ്ഥലങ്ങളിലൂടെ കറങ്ങി നടന്നെന്ന് നമുക്കറിയത്തില്ല. ആ ഒരാടിനെ മടക്കി കൊണ്ടുവന്ന് തോളത്തിട്ട് കൊണ്ടുവന്ന് ആ തങ്ങളുടെ സ്നേഹിതരോടൊപ്പം സന്തോഷിക്കുന്ന നല്ല ഇടയന്റെ, അതായത് ഇനി 99 ഉണ്ടല്ലോ, ഒരെണ്ണം നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ലല്ലോ എന്നുള്ള ചിന്തയിലല്ല, ആ ബലഹീനമായ, നഷ്ടപ്പെട്ടു പോയ, വഴിതെറ്റിപ്പോയ, കുടുങ്ങിപ്പോയ ആ ആടിനെ തേടിപ്പോകുന്ന ആ ഇടയന്റെ നല്ല ഒരു ചിത്രം 15-ാം അധ്യായത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞ് നഷ്ടപ്പെട്ടു പോയ ഗ്രമ്മയ്ക്ക് വേണ്ടി അടിച്ചുവാരി തൂത്തുവാരി റെഡിയാക്കി അത് കണ്ടുപിടിക്കുന്ന ഒരു വീട്ടുടമയുടെ ആ ചിത്രവും 2ാമതായിട്ട് പറയുന്നുണ്ട്. 3ാമതായിട്ട് പറയുന്ന കാര്യമാണ് നാം ഇന്ന് അല്പസമയം കൂടി നമ്മുടെ മുമ്പാകെ ഉണ്ട് അത് ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതായത് ഒരു ഇളയ മകൻ അപ്പനോട് സ്വത്ത് വാങ്ങിച്ച് ദൂരദേശത്തേക്ക് പോയി വസിച്ചിട്ട് സ്വത്തെല്ലാം നശിപ്പിച്ചിട്ട് മടങ്ങി വരുന്ന മുടിയൻ പുത്രൻ എന്ന് നമ്മൾ പറയുന്ന മടങ്ങി വരുന്ന ആ മകന്റെ കഥയെന്ന് പറയുന്നത്. നോക്കണം, ഞാൻ ഈ 15-ാം അധ്യായം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഈ നഷ്ടങ്ങളുടെ കഥ പറയുന്ന ഒരു അധ്യായമല്ല സത്യത്തിൽ ഈ 15-ാം അധ്യായം. വീണ്ടെടുപ്പിന്റെ കഥ പറയുന്ന ഒരു അധ്യായമാണ് ഈ 15-ാം അധ്യായം. നമ്മൾ പക്ഷേ ആ നഷ്ടങ്ങളെയാ കാണുന്നത്. നഷ്ടപ്പെട്ടു പോയ ആട്, നഷ്ടപ്പെട്ടു പോയ ബ്രഹ്മ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ മകൻ. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ അധ്യായത്തെ കാണാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അങ്ങനെയല്ല. വീണ്ടെടുക്കപ്പെട്ട ആട്, വീണ്ടെടുക്കപ്പെട്ട ബ്രഹ്മ, വീണ്ടെടുക്കപ്പെട്ട മകൻ. നമ്മൾ നഷ്ടപ്പെട്ടു പോയെന്ന് എന്നതിനേക്കാൾ അപ്പുറമായിട്ട് നാം വീണ്ടെടുക്കപ്പെട്ട, തിരിച്ചു പിടിക്കപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കാരണം യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു അധ്യായമാണ് 15-ാം അധ്യായം എങ്കിൽ ഞാൻ അതിനെ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുക. യേശുവിന്റെ സന്നിധിയിൽ വന്ന ആരും അവരുടെ നഷ്ടങ്ങൾ കൊണ്ട് തിരിച്ചു പോയിട്ടില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ മനസ്സിലാക്കണം. നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന, നോക്കണമേ, ദ്രഹ്മയും ആടും ആ മകനും നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന, തീർന്നു എന്ന് തോന്നുന്ന, ഇനിയില്ലെന്ന് പറയുന്ന, നോക്കണമേ, ഇനി മടങ്ങി വരാൻ സാധ്യതയോ സ്കോപ്പോ ഇല്ലെന്ന് ചിന്തിക്കുന്നതിൽ നിന്ന് എന്റെ യേശുവിന്റെ ശുശ്രൂഷ കൊണ്ട് അതിനെ 3നെയും മടക്കി വരുത്തുന്ന ചിത്രമാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം പറയുന്നത്. നോക്കണമേ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഇന്നിപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദൂതെന്നവണ്ണം പറയുന്നത്, ക്രിസ്തുവിന്റെ സന്നിധിയിൽ, യേശുവിന്റെ സന്നിധിയിൽ വന്ന ആരും നഷ്ടങ്ങൾ കൊണ്ട് തിരിച്ചു പോയിട്ടില്ല. അവർക്ക് നഷ്ടപ്പെട്ടതിനെ മടക്കി കൊടുക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കേൾവിക്കാരോട് ചിലരോടെങ്കിലും പറയുന്നത്, നിങ്ങൾക്ക് തുള്ളലും പച്ചപ്പുഴുവും വീട്ടിലും തിന്നുകളഞ്ഞൊരു സംവത്സരം ഉണ്ടായിരിക്കാം, ഒരു സീസൺ ഉണ്ടായിരിക്കാം. നഷ്ടങ്ങളുടെ കണക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. നോക്കണമേ, എങ്ങോട്ടോ മാറിപ്പോയ ആടിനെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് ഭാരപ്പെടുന്നവരുണ്ടായിരിക്കാം. ബ്രഹ്മയെക്കുറിച്ച്, മകനെക്കുറിച്ച്, തലമുറയെക്കുറിച്ച്, കയ്യിലുള്ള റിസോഴ്സസിനെ കുറിച്ച്. നോക്കണമേ, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്, നഷ്ടങ്ങൾ ദൈവസന്നിധിയിൽ ഒരിക്കലും പെർമനന്റ് നഷ്ടങ്ങളല്ല. മടക്കി തരുവാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ടെങ്കിൽ അവൻ മടക്കി തരിക തന്നെ ചെയ്യും. ഇതൊരു ദൂതായിട്ട് ഏറ്റെടുക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രശ്നങ്ങൾ കൊണ്ട് തിരിച്ചു പോയിട്ടില്ല. യേശുവിന്റെ സന്നിധി വന്ന ആരും തന്നെ പ്രശ്നങ്ങൾ കൊണ്ട് തിരിച്ചു പോയിട്ടില്ല. നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് എത്രയോ പേരാണ് താൻ അറിഞ്ഞും അറിയാതെയും എന്ന് പറഞ്ഞാൽ മാനുഷികമായിട്ടാണ് ഞാൻ പറയുന്നത്. അതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് 12 സംവത്സരം രക്തസ്രാവം ഉണ്ടായിരുന്ന ഈ സ്ത്രീ യേശുവിന്റെ അടുത്തേക്ക് വന്നു. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട്. യേശു അറിയാതെ എന്ന് ഞാൻ പറയുന്നത് മാനുഷികമായിട്ട് യേശുവിനെ തൊട്ടപ്പോഴാണ് തന്റെ കൂടെയുള്ളവർ പോലും അറിയുന്നത് ഇങ്ങനെ ഒരു സ്ത്രീ യേശുവിന്റെ അടുത്ത് വന്നു എന്നും യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു എന്നും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, യേശുവിന്റെ കാലത്ത് യേശു തൊട്ടവരും യേശുവിനെ തൊട്ടവരും സൗഖ്യമായി. യേശുവിന്റെ അടുക്കൽ വന്ന ആരും ആ വാക്കുകൾ, അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെയോ അവരുടെ പ്രതിസന്ധികൾക്ക് മറുപടി ഇല്ലാതെയോ പരിഹാരമില്ലാതെയോ പോയിട്ടില്ല. എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം യേശുവിന്റെ പക്കലുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി മനസ്സിലാക്കേണ്ടുന്നത്,
ഈ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം ഈ 3 ഉപമകളിലൂടെയും യേശുവിന്റെ പ്രവൃത്തിയിലൂടെയും ശുശ്രൂഷയിലൂടെയും നമ്മെ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് സകല മനുഷ്യരും പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലെന്ന് പറഞ്ഞാലും ആ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ സ്വർഗസ്ഥനായ ദൈവത്തിന് കഴിയും, എൻ്റെ യേശുവിന് കഴിയും എന്ന് മനസ്സിലാക്കണം. ഇന്നൊരു പക്ഷേ ഈ ഒക്ലഹോമ സിറ്റിയിലോ അതോ വിദൂരതയിൽ ഇരുന്നോ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ലളിതമായിട്ടാണ് പറയുന്നതെന്നറിയാമോ? യേശുവിന്റെ പക്കൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളില്ല, യേശുവിന്റെ പക്കൽ പരിഹാരമില്ലാത്ത പ്രതിസന്ധികളില്ല. ഇന്ന് രാത്രി മനുഷ്യർക്ക് പരിഹരിക്കാൻ പരിമിതിയുണ്ട്. മനുഷ്യർ ഒരുപക്ഷെ പറയുമായിരിക്കും, ഇനി രാത്രിയായി ഇനി ആടിനെ തേടി പോകണ്ട എന്ന് പറയുമായിരിക്കും, അല്ലെങ്കിൽ 15 വർഷമായി ഇനി മകനെ നോക്കിയിരിക്കണ്ട എന്ന് പറയുമായിരിക്കും, അല്ലെങ്കിൽ നീയൊക്കെ ഇവിടെ തൂത്ത് തുടച്ച് നോക്കിയതല്ലേ, ദ്രമ കിട്ടിയില്ലല്ലോ, ഇനി നോക്കണ്ട എന്ന് പറഞ്ഞെന്നിരിക്കും. എന്നാൽ അത് കിട്ടുന്നത് വരെ, ആടിനെ കിട്ടുന്നത് വരെ, ദ്രമ കിട്ടുന്നത് വരെ, മകൻ മടങ്ങി വരുന്നത് വരെ നോക്കി നിൽക്കുന്ന ഒരു ഇടയന്റെ, ഒരു വീട്ടുടമയുടെ, ഒരു പിതാവിന്റെ ഹൃദയം 15-ാം അധ്യായത്തിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അത് യേശുവിന്റെ രൂപത്തെ അവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഇന്ന് രാത്രി നമുക്ക് പരിഹരിക്കപ്പെടാൻ ഒരു വിഷയവും ദൈവസന്നിധിയിൽ അതിൽ അപ്പുറമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം ദൈവസന്നിധിയിൽ എല്ലാം സാധ്യമാണെന്ന് നാം തിരിച്ചറിയണം. നോക്കണമേ, ഇനി നമുക്ക് അതിനകത്ത് വരുന്നതിന്റെ 3-ാമത്തെ ഉപമയിലേക്ക് യേശു വരിക. അവിടെ പറയുന്നത്, 3-ാമത് യേശു ആ ജനത്തോട് പറയുന്നത്, പരീശന്മാരോടും ശാസ്ത്രിമാരോടും പറയുന്നത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഈ 2 പുത്രന്മാരിൽ ഇളയവനെ അപ്പനോട് പറയുന്നുണ്ട്, അപ്പ വസ്തുവകകൾ എനിക്ക് പങ്കിട്ട് തരണം, എന്റെ വക എനിക്ക് തരണം. ന്യായമായ ചോദ്യമാണ്. ഏറിയ നാൾ കഴിയും മുമ്പ് ഈ ഇളയ മകൻ സകലതും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് പോയി. അവിടെ നമുക്കറിയാം, അവർക്ക് അവൻ തനിക്ക് തോന്നിയതുപോലെ അവിടെ ജീവിതം നയിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച് ആ ദേശത്ത് പക്ഷെ കഠിന ക്ഷാമം ഉണ്ടായി. അപ്പോൾ അവന് ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിക്കുക. അവൻ ഈ പൗരന്മാരിൽ ഒരുവൻ അവനെ തന്റെ വയലിലെ പന്നികളെ മേയിക്കാൻ അയക്കുന്നു. പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു എങ്കിലും ആരും അവന് കൊടുത്തില്ല. ഞാൻ കൊച്ചിലെയൊക്കെ പഠിച്ചു വെച്ചിരുന്നത് പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് അവൻ വയറ് നിറച്ചു. എന്നാൽ 16-ാം വാക്യത്തിൽ പറയുന്നത് പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, പക്ഷെ ആരും അവൻ അതുപോലും കൊടുത്തില്ല. നോക്കണേ, 17-ാം വാക്യമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരം. അപ്പോൾ അവന് സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. പിന്നീട് നമുക്കറിയാം, അവൻ ആ മകൻ എഴുന്നേറ്റ് അപ്പന്റെ അടുത്തേക്ക് വരിക. ദൂരത്തു നിന്ന് വരുന്ന മകനെ കണ്ടിട്ട് അപ്പൻ പെട്ടെന്ന് ചെന്ന് അവനെ ചുംബിച്ച് അവര് വേണ്ടുന്ന അവര് തമ്മിലുള്ള സംസാരമൊക്കെ ഉണ്ട്. മകൻ അപ്പനോട് പറയുന്നുണ്ട്, അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അപ്പൻ തന്റെ ദാസന്മാരോട് പറയുന്നു, മേത്തരമായ അങ്കിയും മോതിരവും ചെരുപ്പും ഒക്കെ കൊടുത്ത് നല്ല തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുത്ത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറയുന്ന ഭാഗമാണ് നമുക്ക് ആ അധ്യായങ്ങളിൽ കാണാനായിട്ട് കഴിയുന്നത്. ഇന്ന് രാത്രി ഒരു നല്ല പിതാവിന്റെ ഒരു പാരബിൾ, ഒരു ഉപമയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് ഇതെല്ലാം വിവരിച്ച് പറയാനുള്ള സമയമില്ല, പക്ഷേ 1-2 ചിന്തകൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയാം. ഒന്ന്, ചില സമയങ്ങളിൽ നമുക്ക് തന്നെ നമ്മൾ ദൈവമായിട്ട് തോന്നിപ്പോകും. അതായത് നമുക്ക് തന്നെ നിൽക്കാമെന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ഹൃദയത്തിൽ വരും. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടുമ്പോൾ, നല്ല ഉദാഹരണമായത്, അതായത് ആ പിതാവിന്റെ സ്വത്തില് പകുതി സ്വരൂപിച്ച് കഴിഞ്ഞപ്പോൾ ഈ മകനുണ്ടാകുന്ന ആ മാനസികമായ ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ട്. സെൽഫ് റിലയൻസ് എന്ന് പറയും, അതായത് സ്വയ ആശ്രയം എന്ന് പറയും. എനിക്ക് ഇത് മതി, എന്നെ കൊണ്ട് ഇതുണ്ടെങ്കിൽ എനിക്ക് സകലവും സാധ്യമാണ്. അതായത് നമ്മൾ തന്നെ നമ്മുടെ ദൈവമായിട്ട് അങ്ങ് മാറും. നമ്മൾ നിയമിക്കുന്ന, നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ ആലോചിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന കാര്യങ്ങൾ അത് നടക്കാനുള്ള റിസോഴ്സസ് എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ തന്നെ ദൈവങ്ങളായിട്ട് മാറ്റപ്പെടുക. വി ഫീൽ ലൈക്ക് ഐ ആം ദാറ്റ് ഐ ആം. പഴയ നിയമകാലത്ത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു ചിന്ത വരും, എനിക്ക് ഞാൻ മതി, എൻ്റെ കയ്യില് എൻ്റെ കരുത്ത്, എൻ്റെ സ്വാധീനം, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ റിസോഴ്സസ്, ഇതുകൊണ്ട് സകലതും കഴിയുമെന്നുള്ളൊരു ചിന്ത. നമ്മുടെ പഴയ നിയമത്തിലെ ദൈവം ഏറ്റവും വെറുത്തിരുന്ന ഒരു ചിന്തകളിൽ ഒന്നാണ് സ്വയാശ്രയം എന്ന് പറയുന്നത്. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കനാൻ നാട്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ യഹോവയായ ദൈവം പലതവണ അവരോട് പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ കൈയുടെ ബലം കൊണ്ട് നേടിയെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ആ കനാൻ നാട്ടിലേക്ക് കടത്തി വിട്ടിട്ട് അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളെ യഹോവയായ ദൈവം വരച്ചു കാണിച്ചിട്ട് ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവിടെ ചെന്ന് നിങ്ങൾ വിതയ്ക്കുമ്പോൾ നിങ്ങൾ വിതയ്ക്കുന്ന വിത്തിന് 100 മടങ്ങ് ഫലം കിട്ടും. അവിടെ നിങ്ങൾ കുഴിക്കുമ്പോൾ വെള്ളം കിട്ടും, ഇരുമ്പ് അയിര് കിട്ടും, അല്ലെങ്കിൽ ഏറ്റവും മേത്തരമായ കാര്യങ്ങൾ കിട്ടും. അന്ന് നിങ്ങൾക്ക് നല്ല വീടുണ്ടാകും, അന്ന് നിങ്ങൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാകും.
നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നല്ലൊരു വീടും അല്ലെങ്കിൽ നിങ്ങൾക്ക് മേശയിലെ ചുറ്റും നല്ല ആഹാരവും ഇരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്. നിങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും സായുജ്യമടയത്തക്ക രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയത് യഹോവയായ ദൈവമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ദൈവം ഒരു കാര്യം കൂടെ അതിരുകടന്ന് അവിടെ പറയുന്നുണ്ട്. അതിരുകടന്നെന്ന് എന്റെ ഭാഷയാണ്. അവിടെ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ വിതച്ചു, നിങ്ങൾ കൊയ്തു, നിങ്ങളുടെ അധ്വാനം കൊണ്ട് കിട്ടിയെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് അധ്വാനിക്കുവാൻ ശക്തി തന്നത് ഞാനാണെന്ന് നിങ്ങൾ അറിയണം. ആവർത്തന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ പഴയ നിയമകാലത്തിൽ യഹോവയായ ദൈവം സെൽഫ് റിലയൻസ്, സ്വയാശ്രയത്തെ അങ്ങേയറ്റം വെറുത്തിരുന്നു. നോക്കണേ, ബാബേൽ ഗോപുരം തകർക്കുന്നത്, ഭാഷ കലക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ സ്വയാശ്രയത്തിലേക്ക് മനുഷ്യൻ പോകുമ്പോൾ അവന്റെ ആ പ്രവൃത്തിയെ തകർക്കുക യഹോവ ചെയ്യുന്ന പഴയ നിയമകാലം മുഴുവൻ നോക്കണം. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. 124 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് യഹോവ പട്ടണം കാക്കാതിരുന്നാൽ, യഹോവ വീട് പണിയാതിരുന്നാൽ. ഇതൊക്കെ അർത്ഥമാക്കുന്നത് മനുഷ്യന്റെ സ്വയമായിട്ടുള്ള കഴിവ്, അവന്റെ റിസോഴ്സസ്, ശ്രദ്ധ, ഇതൊക്കെ എന്ന് പറയുന്നത് ശൂന്യമാണ്. അങ്ങനെ ആശ്രയിക്കരുത്. അതെല്ലാം ഉള്ളപ്പോൾ തന്നെ, അധ്വാനിച്ച് പണമുണ്ടാക്കാൻ നിനക്ക് കരുത്തുള്ളപ്പോൾ തന്നെ നീ മനസ്സിലാക്കണം അതിനുള്ള കരുത്ത് തന്നത് യഹോവയായ ദൈവമാണ്. അപ്പോൾ സെൽഫ് റിലയൻസ്, സ്വയാശ്രയം എന്നുള്ളത് നോക്കണം. ഇതെല്ലായിടത്തും ഉണ്ട്. ഇത് ഒരിടത്ത് മാത്രമല്ല, ഇത് ജീവിതത്തിലുണ്ട്, ഇത് കുടുംബത്തിലുണ്ട്, ഇത് ശുശ്രൂഷയിലുണ്ട്, ശുശ്രൂഷകന്മാരുടെ ഇടയിലുണ്ട്, ജോലിയിലുണ്ട്. നമ്മൾ കുറെ കാലം കഴിയുമ്പോൾ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് തഴമ്പൊക്കെ ആയി കഴിയുമ്പോൾ പിന്നീട് നാം സ്വയാശ്രയത്തിലേക്ക് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ നടന്നോളും എന്നുള്ള ചിന്തയിലേക്ക്, പഴയതിന്റെ അത്രയും സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുന്ന നിലവാരത്തിലേക്ക് നാം പലപ്പോഴും പോകാറുണ്ട്. ഇതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം, ഇതൊക്കെ മതി, എനിക്ക് കഴിവുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലേക്ക് കടക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഇതിനെ അങ്ങേയറ്റം വെറുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പൗലോസ് പറയുന്ന ശ്രദ്ധേയമായ കൗതുകമുള്ളൊരു കാര്യമുണ്ട്. എനിക്ക് സകലവും സാധ്യമാണ്. എങ്ങനെയാ സാധ്യം? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. നോക്കണമേ, അതാണ് ഫോർമുല, അതാണ് ഇക്വേഷൻ. അതിനപ്പുറത്തൊന്നുമില്ല. എനിക്കെല്ലാം സാധ്യമാണ്, എന്നെ കൊണ്ട് കഴിയും, എനിക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് പ്രസംഗിക്കാൻ കഴിയും, എനിക്ക് പ്രവചിക്കാൻ കഴിയും, എനിക്ക് ആളുകളെ രക്ഷയെങ്കിലേക്ക് നയിക്കാൻ കഴിയും എന്നതല്ല. അതിനപ്പുറത്ത് ഒരു വാചകം കൂടി വേണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്റെ യേശു മുഖാന്തരം, പരിശുദ്ധാത്മശക്തി മുഖാന്തരം എനിക്ക് ഇതൊക്കെയും കഴിയുമെന്ന് നാം പറയുവാനായിട്ട് ഇടയായിത്തീരണം. നോക്കണം, യെഹെസ്കേൽ പ്രവചന ഗ്രന്ഥത്തിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴും ഞാൻ പറഞ്ഞതാണ്, 37-ാം അധ്യായത്തില് യഹോവയായ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിന്റെ ശവക്കുഴി തുറന്നിട്ട് ഞാൻ നിന്നെ അതിൽ നിന്ന് കയറ്റുമ്പോൾ നിന്റെ ശക്തിയുടെ ബലം അറിയുമെന്നല്ല, നിന്റെ മഹത്വം ഈ ലോകം അറിയുമെന്നല്ല, ഞാൻ ആരാണെന്ന് നീയും അറിയും, ഈ ലോകവും അറിയും. നോക്കണമേ, ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ മുടിയനായ പുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഇളയ മകൻ തന്റെ കയ്യിൽ അതിരറ്റ സമ്പത്ത് വന്നപ്പോൾ തന്റെ ഉള്ളിൽ തോന്നിയൊരു തോന്നൽ, താൻ ദൈവമാണ്, തന്റെ നിയന്ത്രണമാണ്, തന്റെ റിസോഴ്സാണ്. എന്നാൽ അതിന്റെ ഏറ്റവും വന്ന പാകപ്പിഴയാണ് നാം അവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ദൈവാശ്രയം വളരെ വ്യക്തമായി അറിയാവുന്നവരായിരിക്കണം. ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയണം. പിതാവിന്റെ ഭവനത്തിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ട്. പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ നിബന്ധനകളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ റിസോഴ്സസിനൊരു പഞ്ഞമില്ല. നഷ്ടപ്പെട്ടു പോകുന്ന റിസോഴ്സ് അല്ല, തീർന്നു പോകുന്ന റിസോഴ്സ് അല്ല. എന്നാൽ നമ്മുടെ കയ്യിലുള്ളത് ഏതു വിധേനയും തീർന്നു പോകുന്ന റിസോഴ്സ് ആണെന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, നമ്മുടെ ദൈവസന്നിധിയിൽ നാം കഴിവുള്ളവരും സമ്പത്തുള്ളവരും വിവേകമുള്ളവരും മിനിസ്ട്രി ഉള്ളവരും ഒക്കെ ആയി തീരുമ്പോൾ ഒരു പടി കൂടി താഴുവാൻ നമുക്ക് കഴിയണം. ആ ദൈവാശ്രയത്തിൽ വളരുവാൻ നമുക്ക് കഴിയണം. ദൈവത്തെ കൂട്ടുപിടിക്കാൻ നമുക്കിടയായി തീരണം. ദൈവം ഇല്ലാത്ത നമുക്കൊന്നും ഇല്ല എന്നുള്ള, അപ്പനില്ലാതെ ഒന്നും ഇല്ല എന്നുള്ള, നമുക്ക് ഐഡന്റിറ്റി ഇല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പന്റെ കെയർ ഓഫിലായിരിക്കണം നമ്മുടെ ലൈഫ് മുഴുവൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന, ബുദ്ധി ഉപദേശിക്കുന്നത് ഇതാ, നമ്മുടെ ഇതെല്ലാം ഉള്ളപ്പോഴും നമ്മുടെ കയ്യില് ഇത്രമാത്രം സമ്പത്ത്, ഒരു പിതാവിന്റെ പകുതി സമ്പത്ത്, എണ്ണിക്കൂടാത്ത സമ്പത്ത്, സകലതും സ്വരൂപിച്ച് നമുക്ക് ബാങ്കിൽ ഇടക്കത്തക്കവണ്ണം തന്നിരിക്കുന്ന സമ്പത്ത് നമ്മുടെ കയ്യിലുള്ളപ്പോഴും നാം മനസ്സിലാക്കണം, ഇതിന്റെ പിന്നിലുള്ളത് ദൈവത്തിന്റെ നിയോഗവും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ദാനവുമാണ്. അതാണ് അപ്പന്റെ ഭവനം, അതാണ് അപ്പന്റെ സ്വത്ത് എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ആ ചിന്തകൾ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. രണ്ടാമത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രബോധിപ്പിക്കുന്നത് ചില ബോധ്യങ്ങൾ നമ്മളെ നേർവഴിയിലേക്ക് നടത്തും. നമ്മുടെ ചില ജീവിത സാഹചര്യങ്ങളിലൂടെ നാം കടന്നുപോകും. അതിന് പ്രത്യേക 2 കാരണങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. 2, നമ്മളെ നേരെയാക്കാൻ, അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അധികം ഫലം കായ്ക്കേണ്ടുന്നതിന്
നാം അനുഭവിക്കുന്ന, നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളുണ്ട്. നോക്കണമേ, നാം ചെന്നെത്തുന്ന ജീവിത അനുഭവങ്ങൾ ചിലപ്പോൾ താഴ്ചയുടെ, വേദനയുടെ, നഷ്ടങ്ങളുടെ ആ ജീവിതാനുഭവങ്ങളായിരിക്കും. സത്യത്തിൽ ഈ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിക്കാത്ത കാര്യങ്ങൾ പഠിക്കുന്നത്. നമുക്ക് ഈ വിദ്യാലയങ്ങളിൽ പോയാൽ എക്സ്പോഷർ കിട്ടുമ്പോഴൊക്കെ നമ്മൾ പഠിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും, നമ്മുടെ ലൈഫിൽ നമ്മൾ കടന്നു പോകുന്ന ഒത്തിരി പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളിൽ നിന്നും നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സുബോധം, അല്ലെങ്കിൽ ബോധ്യങ്ങൾ എന്ന് പറയുന്ന ഈ ലോകത്തെ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ബുക്ക് വായിച്ചാലും ഒരു പ്രസംഗം കേട്ടാലും കിട്ടാത്ത തരം ഊന്നലുള്ള, ആഴമുള്ള ബോധ്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ചിലപ്പോഴതൊരു ചില വ്യക്തികളാകാം, ചിലപ്പോഴൊരു സാഹചര്യമാകാം, ചിലപ്പോഴൊരു രോഗമാകാം, ചിലപ്പോഴൊരു നഷ്ടമാകാം, ചിലപ്പോൾ ഒരു അക്യൂസേഷൻ, ഒരു ആരോപണമാകാം, നമ്മുടെ മനസ്സിനെ മതിക്കുന്നതോ എന്തെങ്കിലും ചിന്തകളാകാം, ഒരു ബിസിനസ് തകർച്ചയാകാം, തലമുറകളുടെ വിഷയമാകാം, പരാജയങ്ങളാകാം, സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ നടക്കാത്തതാകാം, നോക്കണം എന്തുമാകാം. നോക്കണേ, അവിടെയൊക്കെ നമ്മൾ ഒരിടത്തും പഠിക്കാത്ത പാഠങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. നോക്കണം, ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണമാണ്. ഞാൻ പണ്ട് എൻ്റെ ശരീരത്തിന്റെ കായബലം വളരെ വലുതാണെന്ന് ചിന്തിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒത്തിരി എക്സസൈസ് ഒക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ എനിക്ക് ഒരു ടൈഫോയിഡ് വന്ന സമയത്ത് ഒരു സാധാരണ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഒരു ചെറിയ ദോശ എനിക്കെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത്രയും കഴിക്കാനുള്ള ആരോഗ്യമില്ല. അത്രയും കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം മുട്ടും. എനിക്ക് നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഇങ്ങനെ ആയിക്കും, അതായത് ദീർഘനിശ്വാസം വിടേണ്ടെന്ന് വരും. നോക്കണേ, അന്നാണ് എനിക്ക് മനസ്സിലായത്, നോക്കണമേ, നമ്മുടെ ശരീരബലവും നമ്മൾ വലുതെന്ന് കരുതുന്ന, ശ്രേഷ്ഠമെന്ന് കരുതുന്ന, യോഗ്യമെന്ന് കരുതുന്ന, ആർക്കുമില്ലെന്നൊക്കെ കരുതുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ചിന്തിച്ചാലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ പിടിവിട്ടു പോകുമ്പോൾ അവിടെ നമ്മൾ തിരിച്ചറിയും, അവിടെ നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടാകും. ഞാനല്ല ദൈവം, എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല. ഒരിടത്തും അത് പഠിക്കാനൊക്കത്തില്ല. ദൈവം അങ്ങനെ ചിലരെ പഠിപ്പിക്കും, ചിലരെ എന്നല്ല മിക്കവരെയും, നമ്മളെല്ലാവരെയും ഓരോ പാഠങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ള, ദൈവത്തെ അറിയാം, എവിടെ തൊടണമെന്നറിയാം, എവിടെ സ്പർശിക്കണമെന്നറിയാം, ഏത് വഴിയിൽ തിരിച്ചാൽ നാം നേരെയാകുമെന്നറിയാം. നോക്കണമേ, ഈ മുടിയൻ പുത്രൻ എന്ന് പറയുന്ന ഇളയ മകന്റെ ലൈഫിൽ എവിടെ തൊടണമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അവന്റെ ജീവിതത്തിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന റിസോഴ്സസ് മുഴുവൻ മാറ്റപ്പെടുമ്പോഴാണ് അവന് സുബോധം വരുന്നത്. അവന് ദേശത്തിലെ പൗരന്മാരെ ആശ്രയിച്ച് കഴിക്കാൻ എന്തെങ്കിലും ലഭിക്കുമോ എന്നുള്ള ചിന്ത അവന്റെ ഹൃദയത്തെ ഭരിച്ചപ്പോഴാണ് അവന് സുബോധം ലഭിക്കുന്നത്. എങ്ങനെയാ സുബോധം ലഭിക്കുന്നത്? അവന് സുബോധം ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ ചിന്തിക്കുക, അവിടെ ഇരുന്ന് എൻ്റെ പിതാവിന്റെ ഭവനത്തില് എത്രയോ പേര്, കൂലിക്കാര്, ജോലിക്കാര് ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. പക്ഷേ ഞാൻ എന്തിനാ ഇങ്ങനെ പട്ടിണി കിടക്കുന്നത്? ഇന്ന് രാത്രി ദൈവത്തോട് എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ഇതിലൂടെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ക്രിസ്തുവിനോട് അടുപ്പമുള്ളവരാ. ഇന്ന് എന്തുമാത്രം അടുപ്പത്തിൽ നാം നടക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ നമ്മൾ താൻ ശോധന ചെയ്യേണ്ടത്. ഞാൻ എന്നെ തന്നെയാണ് ശോധന ചെയ്യേണ്ടത്. നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, നോക്കണമേ, കുറച്ചുകൂടെ അടുക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിന്റെ ഒരു പരാജയം ക്രിസ്തുവിനോട് നമ്മളെ അടുപ്പിക്കുമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ ഒരു വെല്ലുവിളി കർത്താവിനോട് അടുപ്പിക്കുമെന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ആ ബോധ്യങ്ങൾ നമ്മുടെ തലച്ചോറിലേക്ക് കയറണം. എന്നിട്ട് നമ്മൾ തിരിച്ചറിയണം, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ എല്ലാവരും സമൃദ്ധമാണ്. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ ഒന്നുമില്ലാതില്ല, എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ അകലത്തിലാണ് നടക്കുന്നത്. അതിനെ ക്ലെയിം ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല, അത് ഭക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അവർ ഭക്ഷിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ വയറ് വിശന്ന് ഞാൻ ഇന്ന് നടക്കുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, നാം ദൈവമെന്നുള്ള ചിന്തയിൽ നിന്നും മാറിയിട്ട് ആ മകനെ പോലെ ആ പിതാവിന്റെ അടുത്തേക്ക് മടങ്ങി വരുവാൻ ഒരു സാഹചര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി അതിനുകൂടി തുനിയുവാൻ ദൈവം നമ്മോട് ആലോചന പറയുക. നോക്കണോ, നമ്മുടെ ജീവിതത്തിലെ ഈ ബോധ്യങ്ങൾ നമ്മളെ അപ്പന്റെ അടുത്തേക്കാണ് കൊണ്ടുപോകേണ്ടത്. നോക്കണോ, മൂന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കും. ഞാൻ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കുക. തുല്യം പറയാനില്ലാത്ത ഒരു പിതാവിന്റെ സ്നേഹമുണ്ട്. നിങ്ങൾക്ക് ഈ സ്നേഹം എങ്ങും ചെന്നാൽ കിട്ടത്തില്ല. നമ്മുടെ ലോകത്തിന്റെ പിതാക്കന്മാരിൽ നിന്ന് കിട്ടത്തില്ല, ആങ്ങളമാരിൽ നിന്ന് കിട്ടത്തില്ല, പെങ്ങന്മാരിൽ നിന്ന് കിട്ടത്തില്ല, കസിൻസിൽ നിന്ന് കിട്ടത്തില്ല, ഭർത്താക്കന്മാരിൽ നിന്നും ഭാര്യമാരിൽ നിന്നും കിട്ടത്തില്ല. കാരണം ഈ ലോകം ഒരു വീണ ലോകമാണ്, പാപമംഗലമായ ലോകമാണ്. ആ സ്നേഹത്തിന് കളങ്കങ്ങളുണ്ട്, പരിമിതികളുണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന സ്നേഹം ഒരു ഇൻകമ്പയറബിൾ ലവ് ആണ്. ഈ പിതാവിന്റെ സ്നേഹം വേറൊരു പര്യായമില്ല. നോക്കണമേ, ഈ ലോകത്തിന് അത് മനസ്സിലാക്കാനൊക്കത്തില്ല. ചേട്ടന് പോലും മനസ്സിലാക്കാനൊത്തില്ല, കൂടപ്പുറപ്പിന് പോലും മനസ്സിലാക്കാനൊത്തില്ല. ഈ പിതാവിന്റെ സ്നേഹം ഇൻകമ്പയറബിൾ ആയിട്ടുള്ള സ്നേഹമാണ്. നോക്കണമേ, സത്യത്തിൽ ഈ സ്നേഹം ഇല്ലായിരുന്നെങ്കിൽ ഈ മകൻ ഇന്നും വീടിന് പുറത്തായിരുന്നേനെ.
ഇന്നും വാളവരെ കഴിക്കേണ്ട വന്നേനെ, ഇന്നും മുഷിഞ്ഞ വേഷം ധരിക്കേണ്ട വന്നേനെ, ഇന്നും വിശപ്പുള്ള വയറുമായി നടക്കേണ്ടി വന്നേനെ, ഇന്നും നഷ്ടങ്ങളുടെ കണക്ക് പറഞ്ഞേനെ. എന്നാൽ ആ നല്ല പിതാവിന്റെ സ്നേഹം ഇവന്റെ മേല്, അനുകമ്പ ഇവന്റെ മേല് അളവില്ലാതെ ചൊരിഞ്ഞതുകൊണ്ട് ഇന്ന് മുഷിഞ്ഞ വേഷമല്ല, ഇന്ന് വിശപ്പുള്ള വയറല്ല, ഇന്ന് നഷ്ടങ്ങളുടെ കണക്കല്ല, ഇന്ന് കഴിക്കുന്നത് വാളവരെയല്ല, ഇന്ന് വീടിന്റെ പുറത്തുമല്ല. ഞാനിത് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള ദൂത ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. നാം എങ്ങനെയാ അകത്ത് വന്നത്? നാം എങ്ങനെയാ നമ്മുടെ മുഷിഞ്ഞ വേഷം മാറ്റിയത്? നാം എങ്ങനെ, നമ്മുടെ വയറെങ്ങനെയാ നിറഞ്ഞിരിക്കുന്നത്, സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്? എങ്ങനെയാ നമ്മുടെ നഷ്ടങ്ങളുടെ കണക്ക് മാറിയത്? നമ്മുടെ ദുഷ്പേര് മാറിയത് എങ്ങനെയാ? നമ്മുടെ പാപങ്ങൾ മാറിയത് എങ്ങനെയാ? നാം എന്തുകൊണ്ടാണ് ഇന്ന് സന്തോഷം ആസ്വദിക്കുന്നത്? ദൈവസന്നിധിയിൽ എന്തുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട്? നോക്കണമേ, വേദനയിലും നാം എന്തുകൊണ്ട് ആശ്വാസം കണ്ടെത്തുന്നു? ഒറ്റ കാരണമേ നമുക്ക് പറയാനുള്ളൂ, ഈ പിതാവിന്റെ അളവില്ലാത്ത, താരതമ്യം ചെയ്യാനൊക്കാത്ത ആ സ്നേഹം നമ്മുടെ ലൈഫില് ഒരു മകൻ അനുഭവിക്കുന്നത് പോലെ, ഒരു മകൾ അനുഭവിക്കുന്നത് പോലെ നാം അനുഭവിക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ഒരു ചോദ്യവും ചോദിക്കാതെ, ഒരു കുറ്റവും ആരോപിക്കാതെ, കരുണയോടെ ആ പിതാവ് കൈക്കൊണ്ട്. നോക്കണമേ, നിങ്ങൾ ആ ഭാഗം വായിക്കണം വീട്ടിലിരുന്ന്. അവിടെ വായിക്കുമ്പോൾ ഒരു കാര്യം, അവൻ ആ ദൂരദേശത്തിരുന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ പിതാവിന്റെ അടുത്ത് പോകും, പിതാവിനോട് ഞാൻ പറയും, പിതാവെ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഇനിയും നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. ദാസന്മാരിൽ ഒരുത്തനെ പോലെ എന്നെ കരുതണം. ദാസന്മാരെന്ന് പറഞ്ഞാൽ സ്ലേവ് എന്ന, അതായത് ഡെയിലി വേജസാ. നമ്മുടെ ഇന്നത്തെ കാലത്തെ, അതായത് ഒരു ദിവസത്തേക്കുള്ള കൂലി ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നാട്ടില് ഡെയിലി വേജസിന് നമ്മൾ ആളിനെ നിർത്തും. അവനൊരു കോൺട്രാക്ട് ഒന്നുമില്ല. അതായത് ഇത്ര നാൾ ജോലി ചെയ്യാമെന്നൊന്നും ഉറപ്പൊന്നുമില്ല. ഇനി ഗ്രാറ്റുവിറ്റിയും PF അല്ലെങ്കിൽ പെൻഷനോ ഇൻഷുറൻസോ ഒന്നുമില്ല. ഡെയിലി വേജസാ, അന്നന്നത്തെ കൂലി കിട്ടുന്നത് കൊണ്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. ആ അർത്ഥമാണ് ഇവിടെ കണക്കാക്കുന്നത്, ദാസന്മാരെന്ന് പറയുന്ന ഈ അർത്ഥത്തില്. നോക്കണമേ, പക്ഷേ ഈ മകൻ പിതാവിന്റെ അടുത്ത് വന്നപ്പോഴ് പിതാവ് ഓടിച്ചെന്ന് ഇവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. കെട്ടിപ്പിടിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ മകൻ പറയുന്നു, പിതാവേ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. പക്ഷെ ഞാൻ അവിടെ ചിന്തിച്ച ഒരു കാര്യം, ദാസന്മാരിൽ ഒരുത്തനെ പോലെ എന്നെ കരുതണമെന്ന് മകൻ അവിടെ പറയുന്നില്ല. അവൻ മനസ്സുകൊണ്ട് ആദ്യം ചിന്തിച്ചതേ ഉള്ളൂ, ഞാനിങ്ങനെയാ വിശ്വസിക്കുന്നത്. അത് പറയാൻ ആ പിതാവ് അനുവദിച്ച് കാണത്തില്ല. അതിനു മുമ്പ് ആ പിതാവിന്റെ ബലിഷ്ഠമായ കരങ്ങള് അവന്റെ തോളത്ത് വീണ് കാണും, അവനെ ആലിംഗനം ചെയ്ത് കാണും, അവനെ ചുംബിച്ച് കാണും. അത്രമേല് സ്നേഹത്തോടെ ആ പിതാവ് ആ പുരുഷനെ, ആ മകനെ തന്റെ വീട്ടിലേക്ക് കടത്തി കൊണ്ടുപോയിട്ട് അവന് മേത്തരമായ അങ്കി കൊടുക്കാനായിട്ട്, അവന് ചെരുപ്പിടിവിക്കാനായിട്ട്, അവന് നഷ്ടപ്പെട്ടതും മുഴുവൻ, അതായത് എന്തൊക്കെ താൻ ഈ ലോകത്ത് കൊണ്ട് നഷ്ടപ്പെടുത്തിയോ അത് മുഴുവൻ തിരിച്ചു കിട്ടത്തക്ക രൂപത്തില്, മടക്കി കൊടുക്കത്തക്ക രൂപത്തില് അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന, ഡിമാൻഡ് ഒന്നുമില്ലാതെ സ്വീകരിക്കുന്ന ഒരു പിതാവിനെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്, യേശുവിന്റെ ശുശ്രൂഷയെ നമുക്ക് കാണണം, യേശു ആരാണെന്നറിയണം. നമുക്ക് തന്നെ നാം ദൈവമായിട്ട് തോന്നരുത്, സ്വയാശ്രയമല്ല, അതിനപ്പുറത്ത് ദൈവത്തിൽ ആശ്രയിപ്പാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ആ സ്നേഹിക്കുന്ന പിതാവിങ്കിലേക്ക് ആ പിതാവിൽ നിന്ന് അകന്നു പോകുവാനല്ല, മാറി നടക്കുവാനല്ല, ദൂരത്തിരിക്കുവാനല്ല, എന്നാ പറയുന്നത്, നമ്മെ തന്നെ അകറ്റിക്കൊണ്ടുപോയി നമ്മുടെ കഴിവുകൊണ്ട് ജീവിക്കാമെന്നുള്ള ഒരു ചിന്തയല്ല. യേശുവിനോട് അടുക്കാൻ, യേശുവിനോട് ചേർന്ന് നിൽക്കാൻ ഒരു തീരുമാനം ഇന്ന് രാത്രി നമുക്ക് എടുക്കണം. നമ്മെ തേടി നിൽക്കുന്ന, നമ്മെ നോക്കി നിൽക്കുന്ന ആ സ്നേഹനിധിയായ പിതാവ് നഷ്ടപ്പെട്ടത് മുഴുവൻ മടക്കി തന്ന് ഒരു റിവൈവൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ ആ യേശുവിന് കഴിയും എന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. ആ ചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. ആ ചിന്ത നമ്മുടെ ഹൃദയങ്ങളെ മതിക്കണം. എൻ്റെ യേശു എൻ്റെ ദൈവമാണ്, എൻ്റെ യേശുവിനോട് ചേർന്ന് നടക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന പോലെ അവനോട് ചേർന്ന് നിന്നിട്ടല്ലാതെ, അവന് വസിച്ചിട്ടല്ലാതെ, അവനോട് ഒട്ടി നിന്നിട്ടല്ലാതെ സ്വയമായിട്ട് മുന്തിരിവള്ളിക്ക് കായ്പാനായിട്ട് കഴിയുകയില്ല. നഷ്ടങ്ങൾ വരുത്തുന്നത് നമ്മളാണ്. യേശുവിൽ നിന്ന് അകലുമ്പോൾ ആ നഷ്ടങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്തിയിട്ടും തിരിച്ചു വരുമ്പോൾ സകലതും നൽകി നമ്മളെ സ്വീകരിക്കുന്ന ഒരു പിതാവിന്റെ ഹൃദയത്തെക്കുറിച്ച്, യേശുവിന്റെ ശുശ്രൂഷയെക്കുറിച്ച് യൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുക. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ ഒന്ന് അടച്ചിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോടൊന്ന് പറയാമോ, ദൈവമേ, ഞാൻ പലപ്പോഴും എനിക്ക് തന്നെ മഹാനെന്ന് തോന്നിയിട്ടുണ്ട്, എനിക്ക് കഴിവുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്, എനിക്ക് മറ്റാരുടെയും സഹായം വേണ്ടെന്ന് തോന്നിയിട്ടുണ്ട്, പിതാവിന്റെ ഭവനം ഇല്ലെങ്കിലും, പിതാവിന്റെ ആ നോട്ടം, സൂപ്പർവിഷൻ ഇല്ലെങ്കിലും എനിക്ക് ഒന്നും സംഭവിക്കാനില്ല എന്നുള്ള ചിന്ത എൻ്റെ ഹൃദയത്തെ പലപ്പോഴും അറിയാതെ ഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങിൽ നിന്ന് അകലാനല്ല ഇന്നത്തെ ക്ഷണം പരിശുദ്ധാത്മാവിന്റെ വിളി അങ്ങയോട് അടുക്കുവാനാ. ദൂരത്തുകൂടി നടക്കുന്ന എന്നെ അങ്ങയിലേക്ക് മടക്കി വരുത്തുവാനാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നത്. ലോകം നോക്കുമ്പോൾ അത് വലിയ ഫോഴ്സ്ഫുൾ ഒരു ശുശ്രൂഷയാണ്. കാരണം
എന്നെ പോലെ യോഗ്യതയില്ലാത്ത ഒരുവനെ ദൈവം അടുപ്പിക്കുന്നു. യഹൂദജനം ഒരിക്കലും ചിന്തിച്ചില്ല, അതായത് പാപിയെ തേടിപ്പോകുന്ന ഒരു ദൈവത്തെ, നഷ്ടപ്പെട്ട ആടിനെ തേടിപ്പോകുന്ന ഒരു ദൈവത്തെ, ദൈവത്തെ തേടിപ്പോകുന്ന മനുഷ്യനെ അവർക്കറിയാം. എന്നാൽ മനുഷ്യനെ അല്ലെങ്കിൽ ആ പാപിയെ തേടി വരുന്ന ഒരു ദൈവത്തെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നാം ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മെ തേടി വരുന്ന ഒരു ദൈവമുണ്ട്. വേറെങ്ങും പോകണ്ട, യെരുശലേമിൽ പോകണ്ട, ശബരിമലയിൽ പോകണ്ട, ഒരു ദേവാലയത്തിലും പോകണ്ട, മക്കയിലും മദീനയിലും ഒന്നും പോകണ്ട. നാം ഇരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ റൂമിൽ നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത് എവിടാണോ അവിടെ വന്ന് മകനെ മകളെ എന്ന് വിളിക്കാൻ, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുവാൻ, നിന്റെ തോളിലൂടെ കൈയിട്ട് ഒന്ന് ആലിംഗനം ചെയ്യാൻ, ആരുമില്ലാത്ത നിന്നെ, നഷ്ടമെന്നുള്ള ആ ലേബല് നെറ്റിയിൽ പതിച്ച നിന്നെ എന്റേതാണെന്ന് പറയത്തക്ക നിലയിൽ ആശ്ലേഷിച്ച് ജീവിതത്തിലേക്ക്, ഭവനത്തിലേക്ക് സ്വീകരിക്കാൻ എൻ്റെ യേശു ഇന്ന് രാത്രികാലം തയ്യാറാണ്. നീ നഷ്ടപ്പെട്ട് രാത്രിയായി ജീവൻ നഷ്ടപ്പെടുമെന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ നിന്നെ തേടി വരുന്ന ഒരു ആട്ടിടയനുണ്ട്. നിന്നെ തോളിലേറ്റി കൊണ്ടുപോകുന്ന, നിന്റെ ജീവന് വില കൽപ്പിക്കുന്ന ഒരു ആട്ടിടയനുണ്ട്. ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് ദൈവത്തിന്റെ വചനം ചിന്തിപ്പാൻ ഒരവസരം ഈ ഫോണിലൂടെ അങ്ങ് തന്നല്ലോ. ഇത് അങ്ങയുടെ ദാനമാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ മിടുക്കോ ഞങ്ങളുടെ ശ്രേഷ്ഠതയോ അല്ല, മറിച്ച് ഞങ്ങൾ ഒന്ന് തിരിച്ചറിയുന്നു. നഷ്ടപ്പെട്ട ആടിനെ പോലെ, നഷ്ടപ്പെട്ട ദ്രവ്യയെ പോലെ, ആ നഷ്ടപ്പെട്ട മകനെ പോലെ ഞങ്ങൾ ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും പലപ്പോഴും ഞങ്ങൾ അങ്ങിൽ നിന്ന് അങ്ങനെ ഒരു അകൽച്ച പലപ്പോഴും ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി കേട്ട ദൈവവചനത്തിന്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി വിധേയപ്പെടുത്തിയിട്ട് അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു, ഒരു മടങ്ങിവരവിന്റെ അനുഭവം ഞങ്ങൾക്ക് തരണം. അങ്ങയോട് ചേർന്ന് നിൽക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ വരുമ്പോൾ ഇരു കൈകളും നീട്ടി ഞങ്ങളെ സ്വീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങളത് തിരിച്ചറിയുന്നുണ്ട്. അങ്ങില്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവ് ഇടപെടേണ്ടതിൽ ഈ വചനത്തെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രയർ ലൈനിലൂടെ അടിയൻ സംസാരിച്ച് ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ മാത്രമല്ല, അവരുടെ ഹൃദയത്തിന്റെ വേദനയും അങ്ങ് അറിയുന്നല്ലോ. അതിനാശ്വാസം കൊടുത്ത് ഇന്ന് രാത്രി മടക്കി അയക്കണമേ. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. 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 താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഇന്ന് രാത്രികാലം ഐശ്വര്യമായ സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ മേൽ വചനത്തിലൂടെ പകർന്നുവല്ലോ. ദൈവഭക്തന് പരിശുദ്ധാത്മ നിയോഗത്താൽ ഇന്ന് രാത്രികാലം വചനത്തിന്റെ വാതിൽ സ്വർഗത്തിലെ ദൈവം തുറന്നു കൊടുത്തു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ 15-ാം അധ്യായം, ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ 3 ഉപമകൾ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, പരിശുദ്ധാത്മ നിയോഗത്തലയുടെ പൊരുളുകൾ തിരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചല്ലോ. കാണാതെ പോയ ആട്, ഹല്ലേലൂയ സ്തോത്രം. സുവിശേഷങ്ങളിലെ സുവിശേഷം എന്നാണ് സഭാ പിതാക്കന്മാർ ഈ അധ്യായത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസാഹിത്യത്തിൽ തന്നെ ഈ അധ്യായം ഉന്നത സ്ഥാനം അലങ്കരിച്ചിരിക്കുന്ന ഒരു അധ്യായമാകും. ദൈവത്തിന്റെ സ്തോത്രം. ഒരേ ആശയം തെളിയിക്കാനായി കർത്താവ് കാണാതെ പോയ ആട്, കാണാതെ പോയ ബ്രഹ്മ, കാണാതെ പോയ മകൻ എന്നിങ്ങനെ 3 ഉപമ ഹല്ലേലൂയ ക്രമമായി പറഞ്ഞിരിക്കുന്നല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. കാട്ടിൽ കാണാതായ ആട്, വീട്ടിൽ കാണാതായ ബ്രഹ്മ, നാട്ടിൽ നിന്നും കാണാതായ മകൻ, ഇത് 3ഉം ദൈവ സംസർഗം നഷ്ടപ്പെട്ട ഭാവിയെ എങ്ങനെ വീണ്ടെടുത്തു എന്ന് വിശദീകരിക്കാവുന്ന സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെല്ലാം ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അധ്യക്ഷന് വാങ്കിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുവന്ന ആ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാവുന്ന രാത്രികാലം നമുക്ക് കേൾപ്പാൻ ഇടയായി തീർന്നുവല്ലോ. ഹല്ലേലൂയ സ്തോത്രം. 1-ാമത്തെ ഉപമയിൽ 100-ൽ 1 നഷ്ടപ്പെട്ടു, 2-ാമത്തേതിൽ 10-ൽ 1 നഷ്ടപ്പെട്ടു, 3-ാമത്തേതിൽ 2-ൽ 1 നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. യഹൂദന് ഒരു കാലത്തും ഇഷ്ടമില്ലാത്ത ചുങ്കക്കാരോട്, പാവികളോട് കൂടെ കർത്താവ് ഹല്ലേലൂയ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് പിറുപിറുത്തതായിട്ടുള്ള പരീശന്മാർ, ന്യായശാസ്ത്രിമാർ, ഹല്ലേലൂയ ആ പിറുപിറുപ്പിന്റെ മധ്യത്തിൽ കർത്താവ് ഈ 3 ഉപമകൾ അതിന്റെ പൊരുൾ തിരിച്ച് ഹല്ലേലൂയ സ്തോത്രം സംസാരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഇന്ന് രാത്രികാലം കേട്ട ദൈവവചനത്തിന്റെ മുമ്പാകെ ഹല്ലേലൂയ സ്തോത്രം നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. യഹൂദന് ഒരു കാലത്ത് ഇഷ്ടമില്ലാത്ത ചുങ്കക്കാരോടും ഭാവികളോടും കൂടെ കർത്താവ് ഭക്ഷണം കഴിച്ചത് കണ്ടപ്പോൾ പിറുപിറുക്കിയാകുന്നവർ ഹല്ലേലൂയ കാണാതെ പോയ 3 പാവികളെ ഹല്ലേലൂയ പാവികളായ മനുഷ്യവർഗത്തിന്റെ
വിക്രമാണ് മരുഭൂമി, വീട്, ദൂരദേശം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. യഹൂദന്മാർ ഹല്ലേലൂയ സ്തോത്രം മനുഷ്യവർഗത്തെ 100 ആടായി കണക്കാക്കിയിരുന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ 99 യഹൂദനും 1 പുറയാതി. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ നമ്മളെ തേടി വന്ന ആ 99-നെയും വിട്ട് ആ കാണാതെ പോയ ഒന്നിനെ ഹല്ലേലൂയ തേടി വന്ന കർത്താവിന്റെ സ്നേഹം എത്ര വലിയ സ്നേഹമായിരുന്നു. കണ്ണീൻ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം നൽകി. ആ സ്നേഹത്തിന്റെ ആ ശ്രേഷ്ഠത ഇന്ന് രാത്രികാലം പിന്നെയും നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ, ഹല്ലേലൂയ സ്തോത്രത്തിന്റെ ആഴത്തിലേക്ക് ഒന്നിറങ്ങുവാൻ പിന്നെയും നമുക്കിടയായി തീരട്ടെ. ഹല്ലേലൂയ. വചന കേൾവിയിൽ ഹല്ലേലൂയ ഒരു പടിയുടെ നമുക്ക് ഹല്ലേലൂയ നമ്മുടെ കർത്താവിനോടൊന്ന് അടുത്ത് പറ്റിയിരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. ഒരു അകലം എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നു പോയ സ്ഥാനത്ത് ഹല്ലേലൂയ സ്തോത്രം നമ്മളെ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ഒന്ന് പറ്റിയിരിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുക. എന്നോട് അടുത്ത് വരിക, എന്നാൽ ഞാൻ നിങ്ങൾ അടുത്ത് വരും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. വചനം സംസാരിച്ച ദൈവഭക്തനെ കുടുംബമായി നമുക്ക് ദൈവത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. രക്ഷിക്കുന്ന ദൈവത്തെയല്ല, ശിക്ഷിക്കുന്ന ദൈവത്തെയാണ് ഹല്ലേലൂയ യഹൂദന്മാർക്ക് ഇന്നും ഇഷ്ടം. ഹല്ലേലൂയ. കർത്താവ് എത്രമാത്രം ശ്രേഷ്ഠമേറിയ വിളി ഇവരെ വിളിക്കുന്നുണ്ട്. ആ വിളി കേൾക്കുന്നതോറും അവർ പുറകോട്ട് മാറിപ്പോകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവം എന്തിനാണ് വിളിക്കുന്നത്? സൂര്യന്റെ ഉദയം പോലെ അസ്തം ദൈവം ഭൂമിയെ വിളിക്കുകയാവുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മോട് കൽപ്പിക്കുവാനുണ്ട്. ദൈവത്തിന് നമ്മളെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം അവിടുത്തെ കരങ്ങൾ വെച്ച് നമ്മളെ അനുഗ്രഹിപ്പാൻ, നന്മകൾ സ്വർഗത്തിലെ ആത്മീയ ഭൗതികമായ സകല അനുഗ്രഹ സമൃദ്ധിയും പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മെ കരങ്ങളെടുത്ത് ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വിവിധ നിലകളിൽ കൂടെ ദൈവം നമ്മളെ ഉപയോഗിപ്പാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുന്നു. വിളിക്കുന്തോറും ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അവർ അകന്നകന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. രക്ഷിക്കുവാൻ ദൈവത്തെ ഹല്ലേലൂയ രക്ഷിക്കുന്ന ദൈവത്തെ അല്ല അവരെ ആഗ്രഹിക്കുന്ന, ശിക്ഷിക്കുന്ന ദൈവത്തെ. എത്രമാത്രം ശിക്ഷ യഹൂദജനങ്ങൾ അനുഭവിച്ചു ശത്രുക്കളിൽ കൂടെ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ മഹാകരുണയും സ്നേഹവും ദൈവത്തെയാണ് അവർ ഉപേക്ഷിച്ച് കളഞ്ഞത്. ദൈവം അവരെ ഒരു കാലത്തും ഉപേക്ഷിച്ച്, നമ്മളെ ഒരു കാലത്തും ഉപേക്ഷിച്ച് കളയുന്ന ഒരു ദൈവമല്ല. സ്തോത്രം. അവരുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ച് ദൈവം അവർക്ക് ഉത്തരം മരളി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. 99-നെ മരുഭൂമിയിൽ വിട്ട് ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. യഹൂദിനെ അത് പിടികിട്ടിയില്ല. ദൈവമക്കളെ, ഈ മർമ്മങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അത് ഹല്ലേലൂയ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും ഒക്കെ ദൈവം നമുക്ക് കൃപ തരുന്നുവല്ലോ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ കർത്താവ് തിരുവായുമ്പോൾ അരുളി ചെയ്യുന്ന ഓരോ വാക്കുകളും പിന്നെയും അത് ഹല്ലേലൂയ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സംസാരിച്ച് ഹല്ലേലൂയ നമ്മളെ മനസ്സിലാക്കി തരുവാത്തക്കൊണ്ടും പരിശുദ്ധാത്മ കാര്യത്തിൽ ഇന്ന് രാത്രിയിലും ഇടയാക്കി തീർത്തല്ലോ. ഹല്ലേലൂയ. കേട്ട വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അതിൻ പ്രകാരം നമുക്ക് ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ഇടയാക്കി തീർക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയോ അതെല്ലാം മടക്കി തന്ന ദൈവമാകുന്നു, മടക്കി തരുവാൻ കഴിവുള്ള ദൈവമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നെഹെമ്യാവിന്റെ പുസ്തകത്തിലൊക്കെ നാം ഹല്ലേലൂയ പുസ്തകത്തിലൊക്കെ നാം പഠിക്കുമ്പോൾ ഹല്ലേലൂയ ഇസ്രായേൽ ജനം ഹല്ലേലൂയ വചനത്തിന്റെ വാതില് ഹല്ലേലൂയ തുറന്നു കൊടുത്ത് അതിൽ കൂടെ സംസാരിക്കുമ്പോൾ എത്രമാത്രം യഹൂദജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയി അവരേങ്ങലടിച്ച് കരഞ്ഞ് ദൈവത്തിങ്കിലേക്ക് അടുത്തുക. വചനം ഹല്ലേലൂയ സംസാരിച്ച് അതിന്റെ പൊരുൾ തിരിച്ചു കൊടുത്തപ്പോഴാകുന്നു അവർക്ക് തിരിച്ചറിയുന്നതായിട്ടൊരു ഹൃദയം ഉണ്ടായത് പരിശുദ്ധാത്മാ യോഗത്താൽ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രിയിലും ദൈവഭക്തൻ ആ 15-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയന്റെ പൊരുളുകളൊക്കെ തിരിച്ചു തന്ന് ഹല്ലേലൂയ നമ്മൾ സംസാരിക്കുക. അദ്ദേഹത്തെ ദൈവഭക്തന്റെ കഴിവല്ല, നമ്മുടെ കഴിവുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവ് പറഞ്ഞത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. രാത്രികാലം പരിശുദ്ധാത്മ യോഗത്താൽ നമ്മോട് സംസാരിച്ച ദൈവത്തിന്റെ മുമ്പാകെ ഹല്ലേലൂയ അനുതാപ ഹൃദയത്തോട്, പരമാർത്ഥ ഹൃദയത്തോട്, വിശുദ്ധിയോട്, നിർമ്മല ഹൃദയത്തോട് ഹല്ലേലൂയ വിശ്വാസത്തോടെ പ്രത്യാശയോടെ നമുക്ക് അടുത്ത് വന്ന് ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിപ്പാൻ, നല്ലൊരു മാനസാന്തരത്തിലേക്ക് നാം നടത്തപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. നാം വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.
പിതാവാം ദൈവമേ, പുത്രനാം ദൈവമേ, പരിശുദ്ധാത്മാവാം ദൈവമേ, പ്രിയേക ദൈവത്തിന്റെ വിലപ്പെട്ട സാന്നിധ്യം വിട്ടുന്ന രാത്രികാലം ഐശ്വര്യമായ സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ അവിടുന്ന് പകർന്നതിൽ വചന സംസാരിച്ച ഭക്തനെ കുടുംബവാക്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുന്ന് ജ്ഞാനം, ജ്ഞാനാത്മാ, ദിവ്യാത്മാ, ഓർമ്മശക്തി, അഭിഷേകം, ആലില്യ തേജസ്സിന്റെ ശുശ്രൂഷ രാത്രിയിൽ അവിടുന്ന് വെളിപ്പെടുത്തിയതിനായി നന്ദി കരയേറ്റുന്നു. അതുങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ ശബ്ദത്തിന്റെ മുമ്പിൽ അതുങ്ങളെ എല്ലാവരെയും താഴ്ത്തുന്നു. എല്ലാവരും പ്രളയങ്ങളിൽ സംബന്ധിക്കുന്ന മക്കളെയും സംബന്ധിപ്പാൻ കഴിയാത്തവരെല്ലാം നടത്തുന്ന മക്കളെ എല്ലാം തിരുനാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ ആലോചനയുടെ മുമ്പിൽ തിരുവചന പ്രകാരം ജീവിപ്പാൻ അതുങ്ങളെല്ലാം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവേറ്റുവാസന്നമായിരിക്കുന്നു. വരവിൽ എല്ലാവരും കാണപ്പെടുവാൻ കാലിൽ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാല സുഖ ഉറക്കങ്ങൾ തന്നെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നന്ദി കരയേറ്റുവാൻ സഹായിക്കണം. രാത്രിയുടെ യാമങ്ങളൊക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിപ്പാൻ അതുങ്ങളെ സഹായിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം കർത്താവിന്, ആർക്കും ഒരു ദോഷവും വരാൻ യഹോവ പരിപാലിക്കണം. കുഞ്ഞാടിന്റെ രക്തം വാഹനങ്ങളുടെ മേൽ, ഭവനങ്ങളുടെ മേൽ, അല്ലെങ്കിൽ എല്ലാവരുടെ മേൽ അടയാളമായിരിക്കണം. സംഹാരൻ, മർമ്മൂതൻ, ശത്രുദുഷ്ടൻ, സാത്താൻ, അന്ധകാര ശക്തികൾ കാത്തുകൊണ്ടമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം കർത്താവിന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണം. സ്വർഗസ്ഥ പിതാവേ, ദൈവത്തിന്റെ സ്നേഹം, പൊന്നോനുപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച അടികളെല്ലാവരും വലിയ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസർഗവും വചന സംസാരിച്ച ഭക്തൻ കുടുംബത്തോടും പ്രേരണ നടത്തുന്ന മക്കളോട് ഓരോ സെക്ഷനിലും ഈ വചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുടെ ദൈവമക്കളും പൂലോത്സവ വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് വന്ന നീക്കം കർത്താവിന്റെ രണ്ടാമത്തെ മേഘ പ്രത്യക്ഷത്തിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. God bless you. God bless us all. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഈ രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട വചനം സമൃദ്ധിയായി കേൾക്കുവാൻ തക്കണം കർത്താവ് നമുക്ക് കൃപ നൽകിയല്ലോ. വചനം സംസാരിച്ച ഡോക്ടർ AB പീറ്ററോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ദൈവദാസനെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ രാജ്യത്ത് വിവിധ സ്റ്റേറ്റുകൾ കൂടി സഞ്ചരിക്കുമ്പോൾ സുവിശേഷ പ്രചരണം നടത്തുമ്പോൾ പ്രത്യേകം ദൈവകൃപ ദൈവദാസനോട് കൂടി ഇരിക്കട്ടെ. ശുശ്രൂഷയ്ക്കായി മോചനങ്ങളെ കർത്താവ് ഒരുക്കട്ടെ. നേർക്ക് അനുഗ്രഹവും വിടുതലുമായി തീരട്ടെ. നാട്ടിൽ നടക്കുന്ന ആ സെമിനാരിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ തക്കവണ്ണം ദൈവത്തിനെ കർത്താവ് കരങ്ങളെടുത്ത് ഇനിയും ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സെഷൻ മനോഹരമായ ഗാനം പാടിയതായ പ്രിയ സിസ്റ്റർ ബിനു ജോസിനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. കർത്താവ് കുടുംബമായവരെ അനുഗ്രഹിക്കട്ടെ. ഈ സെഷൻ ലീഡ് ചെയ്ത പ്രിയ നീച്ചാനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നാളെ രാവിലെ 5 മണിക്കും ഉച്ചയ്ക്ക് 2 മണിക്കും 12 മണിക്കും നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ടല്ലോ. കർത്താവിന് സ്തോത്രം. നാളെ വൈകിട്ട് കർത്താവിന്റെ ദാസൻ ഫാസ്റ്റർ ടോമി ജോസഫ് ദൈവവചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ ഈ 3 സെഷനുകളും നമുക്ക് പങ്കെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ നന്ദി. താങ്ക് യു. ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്.